ഉപവാസ പ്രാർത്ഥന ജൂലൈ 9, 10, 11 തീയതികളിൽ രാവിലെ 10:30 മുതൽ 12 വരെ. ഉപവാസ പ്രാർത്ഥന തത്സമയ സംരക്ഷണം നമ്മുടെ ഹാർവസ്റ്റ് ടിവിയിൽ. ഫാസ്റ്റിംഗ് പ്രയർ ജൂലൈ 9, 10, 11, 10:30 AM to 12 PM. Fasting prayer live on Harvest TV. ഇത് 10:51 ആയിപ്പോ ഇപ്പൊ 10:50 ഇവിടെ വിളിച്ചൊരു കോള്. നല്ല ജോലിയില്ലാതെ വളരെ വിഷമിക്കുന്നു. മാത്രമല്ല ഇവിടെ വിവാഹം നടക്കുന്നില്ല, കടഭാരങ്ങളുണ്ട്, ഒരുപാട് തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ബ്രെയിൻ കേരളയിൽ മാത്രമാണ് ലോകരാജ്യങ്ങൾ ഒരു പ്രാർത്ഥന വിഷയം വിളിച്ചു പറഞ്ഞാൽ ഉടൻ തന്നെ വിഷയത്തിന് വേണ്ടി ലോകരാജ്യങ്ങളിൽ തത്സമയം ലക്ഷക്കണക്കിന് ദൈവജനം ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധം പരിശുദ്ധം എന്നെന്നുമേ. ഇത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ, കൂട്ടാളിയാണേ. ഇത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ, കൂട്ടാളിയാണേ. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ, കൂട്ടാളിയാണേ. എത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ, കൂട്ടാളിയാണേ. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ, ലോകത്തിൽ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ, സ്വന്തം സഹോദരൻ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമൻ കൂട്ടാളിയാണേ. സ്വന്തം സഹോദരൻ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമൻ കൂട്ടാളിയാണേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ
ദിവസം നമ്മൾ ഒന്നിച്ച് യേശുവിൻ്റെ സന്നിധിയിൽ തത്സമയം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആരാധനയിൽ, പ്രാർത്ഥനയിൽ, ദൈവവചന ധ്യാനത്തിൽ നമുക്ക് ഒന്നിച്ചായിരിക്കുവാൻ കർത്താവിടയാക്കിയത് ഞാൻ യേശുവിന് സ്തോത്രം ചെയ്യുന്നു. താങ്കളെ ഓർത്ത് കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. We really appreciate everyone joining us from different parts of the globe. Jesus is touching lives and setting their lives free. And Jesus has great things in store for each of us. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി യേശുവിന് വലിയ കരുതലുകളുണ്ട്. ഈ പകൽ രണ്ട് കരങ്ങളും ഉയർത്തി നമുക്കൊന്നിച്ച് let's sing together. For your name is holy. Jesus, you are holy and you are holy. കേരള കുടുംബത്തിൽ നിന്ന് ലോകരാജ്യങ്ങളിൽ എത്തിച്ചേരുന്ന ഈ ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ദിവസമായ ഈ പകല് ഞങ്ങളോടൊപ്പം പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും പറയട്ടെ, ഇന്ന് പകലും പരിശുദ്ധമായ വലിയ സാന്നിധ്യവും ശക്തിയും ദൈവം നമ്മുടെ മേൽ പകരുന്ന ഒരു ദിവസമാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ ഒന്നിച്ച് ദൈവസ്ഥാന ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടിയായിരുന്നു. അനേകർ ജീവിതത്തെ യേശു സ്പർശിച്ചു, ആത്മാവിൽ അവരെ നിറച്ചു. അതുമാത്രമല്ല, നമ്മുടെ കൂടെ ആ ഉപവാസ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്ത പല പ്രിയപ്പെട്ട രോഗികളായിട്ടാണ് ഇത് തുടങ്ങിയത്. എന്നാൽ ഇന്ന് അവർ പൂർണ്ണ സൗഖ്യമുള്ളവരായി ഈ ആരാധന പങ്കെടുക്കുമ്പോൾ ഇന്ന് നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ ഉപവാസ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കാൻ, അത് മാത്രമല്ല നമ്മളോടൊപ്പം പങ്കെടുക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ആത്മാവിന്റെ വലിയൊരു പകർച്ചയുടെയും സൗഖ്യത്തിന്റെ ഒരു നിമിഷമായി തീരേണ്ടതിനായി നമുക്ക് ഒന്നിച്ച് ചേർന്ന് ഈ ആരംഭത്തിൽ പ്രാർത്ഥിക്കാം. ആ കാര്യങ്ങൾ ദൈവത്തിന് ഉയർത്തിച്ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ദിവസം കർത്താവ് നിന്റെ സന്നിധിയിൽ ആയിരിക്കാൻ അങ്ങ് ഞങ്ങൾ എല്ലാവരെയും സഹായിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും അനേകർ ഇന്ന് വാക്കാലും ഇതിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ ആത്മാവിന്റെ വലിയ സാന്നിധ്യവും പകർച്ചയും ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും അങ്ങ് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്ത്യകാലത്തിന്മേ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന് അരുളി ചെയ്ത കർത്താവേ, അങ്ങയുടെ ആത്മാവിന്റെ വലിയ പകർച്ചയെ അങ്ങക്ക് പകരുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഓരോ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർ മേൽ ഇന്ന് പകലും അങ്ങയുടെ സൗഖ്യത്തെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, രാജ്യങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം ഞങ്ങൾ അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ സന്തോഷത്തോടെ ഇരുകരങ്ങളും ഉയർത്തി ചേർന്ന് പാടിയാട്ടെ. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ദിവസവും മാത്രമല്ല അവസാനത്തെ സെഷനിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം, കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, ദാഹിക്കുന്നവരായുള്ള ഏവരുമേ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെടുത്ത് പറഞ്ഞതല്ലേ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് കർത്താവ് പറഞ്ഞു. അതുമാത്രമല്ല, തിരുവചനം പറഞ്ഞു, അന്ത്യകാലത്തുമേ ഞാൻ സകല ജഡത്തിനുമേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന്. എന്ന് പാൽക്കാലം എനിക്ക് ഉറപ്പാണ്, ഈ ഉപവാസ പ്രാർത്ഥന അവസാന നിമിഷത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് തന്റെ ആത്മാവിനാൽ നിറയ്ക്കുവാൻ ആഗ്രഹിക്കും. അതുമാത്രമല്ല, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് കർത്താവ് അത്ഭുതകരമായിട്ട് അവൻ മറുപടി നൽകിക്കൊണ്ടും ഇരിക്കുന്നു. നമുക്ക് ഒന്നിച്ചു ചേർന്ന് ഈ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവൻ അത്ഭുതങ്ങളുടെ ദൈവം. ആ കരങ്ങൾ ഉയർത്തി ചേർന്ന് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ അഭിഷേകത്താൽ സകല ജീവിതങ്ങൾ നിറയപ്പെടണമെന്നുള്ളത് യേശുവിൻ്റെ ഇഷ്ടമാണ്. കർത്താവ് അത് ചെയ്യുന്നു. ആ 2 കരങ്ങളും ഉയർത്തി കർത്താവേ, ഈ പകൽ പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങളിൽ നിന്ന് ഈ സന്ദർഭത്തിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ തത്സമയം നടക്കുന്ന ശുശ്രൂഷയിൽ യേശുവേ, ഈ ജീവിതങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് പൊരുന്നിറങ്ങി വസിക്കേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുന്നു. Father God, we pray that everyone joining us will be enveloped by the power of the Holy Spirit. Holy Spirit of the Lord, I pray that you will descend upon everyone. You will descend upon everyone as it is promised in your word, Lord, that in the latter days I will pour out my spirit upon all flesh, Lord. കർത്താവേ, സകല ജഡത്തിന്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് അവിടുന്ന് പറഞ്ഞിരിക്കുന്ന വചനപ്രകാരം, Lord, we pray that the glory of the Lord will be upon the face of the earth just as the water covered the sea, Lord. സമുദ്രത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നതുപോലെ ഭൂമിയിൽ നിന്റെ മഹത്വത്താൽ ഇപ്പോൾ തന്നെ സർവ്വരും, സകല കുടുംബങ്ങളും, അത് ആശുപത്രിയിലെങ്കിൽ അവിടെ, ഓഫീസിലെങ്കിൽ അവിടെ,
ഭവനത്തിലെങ്കിൽ അവിടെ, യാത്രയിലെങ്കിൽ അവിടെ, എവിടെ ഏതു രാജ്യത്തായിരിക്കുന്നെങ്കിലും ജീവിതങ്ങൾ ആത്മാവിനാൽ നിറയേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ആത്മശക്തിയാൽ ജീവിതങ്ങൾ നിറയപ്പെടട്ടെ. ഓ ഹല്ലേലൂയ. We pray for a greater measure of your holy presence, Lord, today. ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ആത്മാവിന്റെ വലിയൊരു പ്രവാഹം എല്ലാവരിലേക്കും ഉണ്ടാകേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ. യേശുനാമം പരിശുദ്ധം, പരിശുദ്ധം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ദിവസം മുൻ മാസങ്ങളെ പോലെ അനേകർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അവർ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഇവിടെ വരുന്ന ഓരോ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ കഴിഞ്ഞ ഇന്നലെയും പിരിഞ്ഞാന്ന് പോയി വന്ന അനേക വിഷയങ്ങൾ കർത്താവായ യേശുക്രിസ്തു അത്ഭുതമായി വിടുന്ന അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇന്ന് കൊട്ടാരക്കര സഹോദരി വിളിച്ചു പറഞ്ഞു, തൈറോയിഡിനാൽ ഭാരപ്പെട്ടിരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. അവർ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ തന്നെ കുറവിലായിരുന്നപ്പോൾ പ്രേക്ഷകരെ വിളിച്ചു പറഞ്ഞു, നമ്മൾ കുടുംബമായിട്ട് പ്രാർത്ഥിച്ചു. വിളിച്ചു പറഞ്ഞിരിക്കാൻ തൈറോയിഡിന്റെ പ്രയാസങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറി, പൂർണ്ണ സൗഖ്യമായിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് യേശു അത്ഭുത മന്ത്രിയാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ബത്തേരിൽ നിന്നും ഒരു കുടുംബം നമ്മളെ വിളിച്ചു പറഞ്ഞത്, മകളുടെ വിവാഹം നടക്കാൻ വളരെ പ്രയാസം നിറഞ്ഞ സമയത്തായിരുന്നു പ്രാർത്ഥിക്കുന്ന കേരളത്തിലേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചത്. പ്രാർത്ഥനയുടെ ഫലമായി വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഒരു നല്ല വിവാഹാലോചന വരുവാനും വളരെ ഭംഗിയായി നടക്കുവാനും ദൈവം സഹായിച്ചു. പ്രാർത്ഥിച്ച എല്ലാവരോടുള്ള നന്ദി ആ കുടുംബം നമ്മളോട് അറിയിച്ചിരിക്കുന്നു. എന്റെ ഇതിരിക്കുന്ന ഗുജറാത്തിൽ നിന്ന് ഒരു മാതാവാണ് വിളിച്ചറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സഹോദരിക്ക് തൈറോയിഡിന്റെ പല പ്രശ്നമുണ്ട്. അത് മാത്രമല്ല ശരീരത്തിൽ പലവിധമായ പ്രയാസങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഡോക്ടർമാരെ കണ്ടപ്പം അവർ തൈറോയിഡ് ഉണ്ടെന്ന് കൺഫേം ചെയ്തു. അത് മാത്രമല്ല കൂടുതൽ അവർക്ക് ചികിത്സ ചെയ്യണമെങ്കിൽ MRI സ്കാൻ ചെയ്യണം, അതിന്റെ റിപ്പോർട്ടുമായിട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് ഇവർ നാട്ടിൽ വരുവാൻ ഒരു അത്യാവശ്യമുണ്ടായിരുന്നു. അവർ നാട്ടിൽ വന്നു. നമുക്കറിയാം ഈ ദിവസങ്ങളിലൊക്കെ പലരും വിദേശ രാജ്യങ്ങൾ നാട്ടിൽ വരുന്ന സമയമാണ്. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ അവർ വിദേശത്ത് നിന്ന് പോരുമ്പോൾ തന്നെ ഇവർ നാട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരു ദിവസമെങ്കിലും പ്രേയിങ് കേരളയിൽ വരാനും അവർ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ഈ കുടുംബം ഇവിടെ കടന്നു വന്നു, പ്രാർത്ഥിച്ചിട്ട് കടന്നുപോയി. അതിനുശേഷം അവിടെ ചെന്നിട്ട് അവർ ടെസ്റ്റ് ചെയ്തു, തൈറോയിഡിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോയി. അവിടെ ചെന്ന് പോകുന്ന വഴി തന്നെ കർത്താവ് അവരെ സൗഖ്യമാക്കി. അവിടെ ചെന്നിട്ട് ഡോക്ടർമാരെ കണ്ടു. അപ്പോൾ ഡോക്ടർമാരെ നോക്കിയിട്ട് അവർക്ക് ഭയങ്കരമായ ഒരു അത്ഭുതം. കാര്യം ഇവിടുന്ന് പോയ വ്യക്തിയല്ല ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത്. ഭയങ്കരമായ അത്ഭുതമായ ഒരു വിടുതൽ നടക്കുന്നത്. അതുമാത്രമല്ല ഡോക്ടർമാർ പറഞ്ഞത് ഇനി MRI സ്കാൻ എടുക്കേണ്ട ആവശ്യമില്ല, കർത്താവ് നിങ്ങളെ പരിപൂർണമായി സൗഖ്യമാക്കിയിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ കൊല്ലത്ത് നിന്ന് മാതാവ് വിളിച്ചു പറഞ്ഞു, കുട്ടിയുടെ വയറ്റിൽ നിന്ന് ബ്ലഡ് പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന്. ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്തിരിക്കുന്നവരും ഇവിടെ വായിക്കുന്ന ഓരോ വിഷയത്തിനോട് പ്രാർത്ഥിക്കണം. അതുപോലെ പ്രേം കേരള അവർ കേൾക്കുന്നില്ലെങ്കിലും പ്രേം കേരള വരുന്ന ഓരോ വിഷയത്തിനോട് പ്രാർത്ഥിക്കണം. കർത്താവെ അവിടെ വായിക്കുന്ന ഓരോ വിഷയങ്ങളും ഓരോ വ്യക്തിയും ടെലിഫോണിൽ വിളിച്ചു വരുന്നത് ഒരു പക്ഷേ ഞങ്ങൾ കേൾക്കുന്നില്ലായിരിക്കും. കർത്താവെ ആ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിന്റെ അംഗത്തിന്റെ വിഷയമാണ്. ഇതോടെ പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിന്റെ വയറ്റിൽ നിന്ന് ബ്ലഡിന്റെ വരവ് നിന്നു, പൂർണ്ണ സൗഖ്യം. എന്നൊരു സഹോദരി വിളിച്ചു പറഞ്ഞ സാക്ഷ്യം, അവർ നാളുകളായി പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പങ്കെടുക്കുന്നു. തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്ന ആ ശുശ്രൂഷ മറ്റുള്ളവർ കൂടി അനുഗ്രഹമായി തീരുവാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അവർ പറഞ്ഞ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞത്, കൂട്ടുകാരിയുടെ മകൻ വളരെ മദ്യപാനത്തിലൂടെ കടന്നു പോകുന്നു. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ വളരെ പ്രയാസം നിറഞ്ഞ അനുഭവത്തിലായിരുന്നപ്പോഴായിരുന്നു അവർ പ്രാർത്ഥിക്കുന്ന കേരളത്തിലേക്ക് വിളിച്ചത്. യേശു ആ കുടുംബത്തിലും അത്ഭുതം പ്രവർത്തിച്ചു. അവന്റെ മദ്യപാനം മാറി കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ദൈവം നൽകി. ഇന്ന് അവർ കണ്ണുനീരോടും സങ്കടത്തോടും കൂടെ അല്ല ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്, സന്തോഷത്തോടു കൂടി അവർ ദൈവത്തെ ആരാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ഉപവാസപ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് കരഞ്ഞു, മക്കളെ ചൊല്ലി കരയുന്നവരുണ്ട്, ഹസ്ബൻഡിന്റെ മക്കളുടെ മദ്യപാനം മുഖാന്തരം കരയുന്നവരുണ്ട്, സാമ്പത്തിക കെടുതിയിലൂടെ കടന്നു പോകുന്നവർ കരഞ്ഞുകൊണ്ടിരുന്നുണ്ട്. തീർച്ചയായിട്ടും യേശു അവരെ ഇന്ന് വിടുവിക്കത്തില്ലേ? തീർച്ചയായിട്ടും വിടുവിക്കും. ഇന്ന് അവരെ കണ്ണുനീർ തുടയ്ക്കും, അത്ഭുതകരമായ ഒരു വിടുതൽ നൽകുക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് ഇതെന്റെ ഇരിക്കുന്ന അടുത്ത വിടുതൽ റിപ്പോർട്ട്, ഇത് ജേക്കബ് എന്ന് പറഞ്ഞ ഒരു സഹോദരൻ എറണാകുളത്ത് നിന്ന് അറിയിച്ചിരിക്കുന്നത്, വൈഫിന് അത് കഠിനമായ ഷോൾഡർ വേദനയായിരുന്നു, ഭയങ്കരമായ വേദനയുടെ കടന്നു പോകുക, പല മരുന്ന് കഴിച്ചിട്ട് യാതൊരു കുറവുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ പ്രാർത്ഥനാ കേരളം ടിവിയിൽ കാണുവാനിടയായി. അവരെ ചെയ്ത കാര്യം കർത്താവ് അനേകരെ സൗഖ്യമാകുന്ന വിവരം കേട്ടപ്പോൾ അവർ അപ്പോൾ തന്നെ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു, പ്രാർത്ഥിച്ചു. യേശു അത്ഭുതകരമായ സൗഖ്യം ആ സഹോദരിക്ക് നൽകി കൊടുത്തു. വിളിച്ചു പറയുന്നതിന് അനേകർ വിളിച്ചു പറയും, ഞങ്ങൾ ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ ഇത് ആദ്യമായിട്ട് കാണുന്നത്, ഞങ്ങൾക്കൊരു വിഷയത്തിന് വേണ്ടി ആരോട് പറയും ആര് പ്രാർത്ഥിക്കുന്നു വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ടിവിയിൽ ഈ പ്രോഗ്രാം കാണുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങൾ വിളിച്ചു പറയുന്നു. ഞാൻ കൊണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. ബ്രദറെ അതുപോലെ കാലിക്കട്ടുന്ന ഒരു സഹോദരി വിളിച്ചു
വിളിച്ചു പറഞ്ഞു. വയറുവേദന, ശരീരം മുഴുവൻ വേദനയായിട്ടിരുന്നു. അവർ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ കുടുംബമായിട്ട് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ വിളിച്ചു പറഞ്ഞു, എന്റെ ശരീരത്തിന്റെ വേദനകൾ പൂർണ്ണമായിട്ടും മാറി, പൂർണ്ണ സൗഖ്യമായെന്ന് വിളിച്ചു പറഞ്ഞു. ആലപ്പുഴയിൽ നിന്ന് ബെറ്റി എന്നൊരു സഹോദരിക്ക് ഇതേ സാക്ഷ്യമായിരുന്നു പറയാനുള്ളത്. ശരീരം മുഴുവനും അസ്വസ്ഥതയും വലിയ പ്രയാസത്തിലൂടെ കടന്നുപോയി. ഇന്ന് കഴിഞ്ഞ ദിവസം ആമേൻ പ്രാർത്ഥിക്കുന്ന കേരളത്തിലേക്ക് പ്രാർത്ഥനയിൽ പങ്കെടുത്തു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കർത്താവിന്റെ അത്ഭുതകരമായ സൗഖ്യം അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി അവരെ അറിയിച്ചിരിക്കുന്നു. നമുക്ക് ഈ സമയത്ത് നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ. കാര്യം നമ്മുടെ അനേകം പ്രിയപ്പെട്ടവർ ഇതുപോലെ വേദനയുടെ കടന്നു പോകുന്നവരുണ്ട്. യേശു സൗഖ്യമാക്കുന്ന കർത്താവ്. നമുക്കതേ പറയാനുള്ളൂ. കാര്യം നമ്മൾ മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, നമ്മളോടൊപ്പം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ ചേർന്ന് വിളിക്കുന്ന ആകേലത്തിൽ ഇപ്പോൾ തന്നെ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ താങ്കളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിക്കുക, ഞങ്ങൾ അറിയിക്കുക. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിന് വിടുതൽ ഈ നിമിഷത്തിൽ തന്നെ താങ്കൾക്ക് അനുഭവിക്കാൻ കഴിയും. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ കണ്ണുനീരോടുകൂടി ഈ ആരാധന പങ്കെടുക്കുന്നുണ്ട്, ഹൃദയവേദനയുടെ ആരാധന പങ്കെടുക്കുന്നുണ്ട്. ഉറപ്പായിട്ടും പറയട്ടെ, യേശു താങ്കളെ അറിയുന്നു, യേശു താങ്കളെ സൗഖ്യമാക്കും. യേശുവിൽ താങ്കൾക്ക് ശുഭകരമായ പ്രത്യാശയുണ്ട്. ആകയാൽ നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ തങ്കച്ചാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ദിവസം കുടുംബമായി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. കർത്താവേ, പല പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ട്. കർത്താവേ, സാമ്പത്തികമായ പ്രയാസങ്ങളിൽ കൂടി, രോഗത്താൽ ഭാരപ്പെടുന്നവർ, മക്കളെ ചൊല്ലി വിലപിക്കുന്നവർ, കർത്താവേ, വിവാഹപ്രായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തലമുറയില്ലാത്തവർ, കർത്താവേ, എല്ലാ വിഷയങ്ങൾക്കും അവിടുന്ന് അത്ഭുതകരമായ ഒരു വിടുതൽ നൽകി, കർത്താവേ, സൗഖ്യം നൽകി, കുടുംബത്തിന് സമാധാനം നൽകി. എന്റെ കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് അങ്ങനെ ചെയ്യുന്നവർക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആദ്യമായിട്ടാണ് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. ഉടൻ തന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുകയും കൂടെ ചെയ്തത്. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭവനമില്ല, അത് ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആദ്യമായി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. ഞങ്ങൾ താങ്കളെ വിശിഷ്യ വന്ദനം ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ഞായറാഴ്ച ഒഴികെ രാവിലെ 6 മുതൽ 7 വരെ ഹാർവസ്റ്റ് ടെലിവിഷനിലൂടെ തത്സമയം ലോകരാജ്യങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയിലാണ് താങ്കൾ പങ്കാളിയായിരിക്കുന്നത്. ഏതു സമയത്തും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ താങ്കൾക്കൊരു പ്രാർത്ഥനാ വിഷയമുള്ളപ്പോൾ അത് വിളിച്ചറിയിക്കാം. ലോകരാജ്യങ്ങൾ അനേക ദൈവമക്കൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശു അത്ഭുതകരമായ വിടുതൽ നമുക്ക് നൽകിത്തരുന്നു. ഇത് റോസുമ്മ അറിയിക്കുന്നത്, ജെയ്സി എന്ന ആള് ഡെലിവറിക്ക് അഡ്മിറ്റ് ചെയ്തിട്ട് കുറേ ദിവസങ്ങളായി വളരെയധികമായി പ്രയാസങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബ്രെയിൻ കേരളയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞത്. യേശു അത്ഭുതകരമായിട്ട് സുഖകരമായൊരു ഡെലിവറി പ്രാർത്ഥനയ്ക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ 6:30 ആയപ്പോൾ ഇന്ന് നടന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു പെൺകുഞ്ഞിനെ കർത്താവ് അവർക്ക് ദാനമായി നൽകി. ബ്രദറിന് കാനഡയിലേക്കുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുന്ന സമയത്ത് ബ്രെയിൻ കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. യേശു അത്ഭുതം പ്രവർത്തിച്ചു. അത് പാസ്സാകുവാൻ ഇടയായി. ഞങ്ങൾ പ്രൈസ് റിപ്പോർട്ട്, ഇത് വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ വായിക്കാൻ പോയി. ഇത് മുഴുവൻ ഇത് വായിച്ചുകൊണ്ട് നിന്നാൽ തീരാത്ത പോലെ എൻ്റെ ഈ ഇടത് കൈയുടെ കീഴിൽ എത്ര ജീവിതങ്ങളുടെ വിടുതലുകളുടെ സാക്ഷ്യങ്ങൾ. മിസ്റ്റർ എബ്രഹാം മീനെടുത്തു എന്ന് അറിയിക്കുന്നത്, മകൻ നടുവിൻ്റെ വേദന മാറേണ്ടതിന് പ്രാർത്ഥിച്ചു. വളരെ മരുന്ന് കഴിച്ചു. വളരെ നാളായി വിഷമിക്കുന്ന ഒരു വിഷയമായിരുന്നു. യേശു അത്ഭുതം പ്രവർത്തിച്ചു. ഇന്ന് 4-ാം ദിവസമാണ്. വേദന അല്പം പോലുമില്ല. ഈ യേശു താങ്കൾക്ക് വേണ്ടി ഈ പകൽ പ്രവർത്തിക്കും. ഹൃദയം കലങ്ങുവാൻ അനുവദിക്കാതെ ഞങ്ങളോടൊപ്പം ചേർന്ന് കമോൺ. ഞാൻ വിശിഷ്യ രോഗത്താൽ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. യേശുവിൻ്റെ അത്ഭുത സൗഖ്യം താങ്കൾക്ക് അനുഭവിക്കാൻ കഴിയും. ആ സ്ക്രീനിലേക്ക് വന്ന കരങ്ങളെ തൊട്ടുകൊണ്ട് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ സൗഖ്യത്താൽ ഓരോ ജീവിതവും നിറയപ്പെടേണ്ട ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ സമൃദ്ധമായ ജീവൻ അതത് രോഗികൾ സൗഖ്യമാകട്ടെ. അതത് രോഗങ്ങളിൽ നിന്ന് ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. മഹത്വം അങ്ങേക്ക് തരുന്നു യേശുവിൻ നാമത്തിൽ പിതാവ് ചേർന്ന്
പ്രത്യേകിച്ച് തത്സമയ പ്രാർത്ഥനയും ആരാധനയും നടക്കുമ്പോൾ തന്നെ അനേക കുടുംബങ്ങൾ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇല്ലിക്കിൽ നിന്നും അന്നമ്മ എന്നൊരു സഹോദരി നമ്മളെ വിളിച്ചിരിക്കുന്നത് തൈറോയിഡിനാൽ പ്രയാസപ്പെടുന്നു, ദൈവിക സൗഖ്യം അനുഭവിക്കണം, മകന് ജോലി ലഭിക്കണം, മകളുടെ വിവാഹം നടക്കണം, കുടുംബമായി ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കണം, പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് ഇപ്പോൾ ഈ 10:30 വിളിച്ചതാണ്. വസന്ത വന്നിട്ട് കുളത്തോട്ട് വിളിച്ചിരിക്കുന്നത്. ഷുഗർ കൂടി, കാലിന്റെ പാദം മുറിച്ചു, 3 വർഷമായിട്ട് വേദനയുണ്ട്, ക്രിയാറ്റിൻ കൂടുതലാണ്, പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇവിടെ നിന്ന് മേരിക്കുട്ടി എബ്രഹാം എന്നൊരു സഹോദരി വിളിച്ചിരിക്കുന്നത് ഭർത്താവിന്റെ ദേഷ്യ സ്വഭാവം മാറണം, കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ലഭിക്കണം, ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ആലപ്പുഴ പുന്നമടയിൽ നിന്ന് സുമാ കുര്യൻ വിളിച്ചു വന്നിരിക്കുന്നു. മകൻ വിമൽ വന്നിട്ട് കാനഡയ്ക്ക് പോകാൻ ഒരുങ്ങുന്നു. കുവൈറ്റിൽ നിന്ന് ഒരു പേപ്പർ ലഭിക്കാനുണ്ട്, അത് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞിരിക്കുന്നു. മകൻ ലിബിന് ഷാർജയിൽ ജോലിക്ക് ബുദ്ധിമുട്ട്, മകൻ ലീനയ്ക്ക് ഗൾഫിൽ പോകണം, ലീലാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനാ വിഷയം നമ്മളെ അറിയിച്ചിരിക്കുന്ന കുറ്റപ്പുഴ അന്നമ്മ എന്നൊരു സഹോദരിയാണ്, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. രാധാമണി വിളിച്ചു വന്നിരിക്കുന്നു. മകൻ ഗൾഫിൽ പോയിട്ട് 3 മാസമായി, 2 മാസമായിട്ട് വിളിക്കുന്നില്ല, അവിടെ ജോലി ലഭിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ബ്രദറെ, അപ്പോൾ തന്നെ നമുക്ക് പ്രായച്ച വിഷയങ്ങൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കണം. പ്രിയ കുടുംബാംഗങ്ങൾ, നിങ്ങൾ ഏതെങ്കിലും പ്രയാസങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത്, നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഈ ഉപവാസ പ്രാർത്ഥന പങ്കെടുക്കുന്ന ഓരോരുത്തരും അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്വർഗീയ നല്ല പിതാവേ, നിനക്ക് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുമ്പോൾ ഈ വിഷയങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, കുടുംബങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഓരോ കുടുംബത്തിന്റെ മേലും നിന്റെ സ്വസ്ഥതയും സമാധാനവും നിന്റെ സൗഖ്യവും വ്യാപരിക്കട്ടെ. ഇന്ന് പകൽ അവിടെ നിന്ന് ചെയ്യുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. രാജ്യങ്ങളിൽ നിന്ന് അനേക പ്രിയപ്പെട്ടവർ, വിവിധ തുറകളിലുള്ളവർ ബ്രെയിൻ കേരള കുടുംബത്തിൽ വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്നു. യേശുവരുടെ ജീവിതത്തെ സൗഖ്യമാക്കുന്നു, വിടുവിക്കുന്നു, ഉയർത്തുന്നത് കാണാൻ ഞാൻ വിശ്വസിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ താങ്കൾക്ക് വേണ്ടി യേശുവിൻ്റെ മുഖം പ്രകാശിക്കുകയും താങ്കളുടെ ജീവിതം ശോഭനമായൊരു നിലയിൽ യേശു ആഗ്രഹിക്കുന്ന പോലെ ഉയർന്നു വരും. ആഷ എറണാകുളത്തു നിന്ന് അറിയിക്കുന്നത് ക്യാൻസർ ആയിരുന്നു, ചെക്ക് ചെയ്തു, ബ്രെയിൻ കേരളയിൽ ചേർന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അറിയിച്ചിട്ട് വീണ്ടും പോയി ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടേഴ്സ് ഇപ്പോൾ പറയുന്നു ഒരു കുഴപ്പവും ഇല്ല. ഇനി അടുത്ത പ്രാർത്ഥന വിഷയം ഇതാണ്, ഇനിയും ക്യാൻസർ വരാതിരിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് നമ്മോട് അറിയിച്ചിട്ടുണ്ട്. ഈ യേശു എത്ര നല്ലവന്. ജയ്സി, നമുക്കൊന്നിച്ച് ഇന്ന് പകൽ ക്യാൻസറിനാൽ വിഷമിക്കുന്ന അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. അതിനുശേഷം ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷയിലേക്ക് നമ്മൾ കടന്നു പോകും. നമുക്കൊന്നിച്ച് ക്യാൻസർ രോഗത്താൽ വിഷമിക്കുന്ന പ്രായഭേദമന്യേ സ്ത്രീ പുരുഷ ഭേദമന്യുള്ള ജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന ആശുപത്രികളിൽ, ഭവനങ്ങളിൽ, ഓഫീസുകൾ, കർത്താവെ ഈ പകൽ ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതിൽ കർത്താവെ ക്യാൻസറിൻ്റെ വിഷമത്തിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുടെ ചികിത്സയിലൂടെ പോകുന്നവർ ഇന്നും ആശുപത്രിയിലായി 10,000-കണക്കിന് ജീവിതങ്ങൾ ഇന്ത്യ ഒട്ടാകെ മറ്റു രാജ്യങ്ങളിലും ഉണ്ട്. യേശുവിൻ്റെ സൗഖ്യത ഇപ്പോൾ അവരെ നിറയ്ക്കണം. ഈ ആശയെ അവിടുന്ന് സൗഖ്യമാക്കി. കർത്താവെ, ഞാൻ അവരെ കണ്ടിട്ടില്ല, അവിടുന്ന് അവരെ കണ്ടു. ഞങ്ങൾ അവരുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചില്ല. ഈ മാധ്യമത്തിലൂടെ അല്ലാതെ ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മാധ്യമത്തിലൂടെ ഞങ്ങൾ ഈ ഓരോ വിലപ്പെട്ട ജീവിതത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത സൗഖ്യത്തെ, യേശു ക്രൂശിൽ തികച്ചെടുത്ത ആ ദിവ്യ സൗഖ്യത്തെ ഇപ്പോൾ ഞങ്ങൾ ഇവരുടെ ശരീരങ്ങളിൽ കൊണ്ടുവരുന്നതാണ്. അവർ സൗഖ്യമാകട്ടെ. ക്യാൻസറുകൾ യേശുവിൻ നാമത്തിൽ ഈ ശരീരങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ പിതാവേ, നന്ദി. രണ്ട് കരങ്ങൾ ഉയർത്തി നന്ദി.
പാസ്റ്റർ ജെയിംസ്, കർത്താവ് ചെയ്യുന്ന ഓരോ അത്ഭുതങ്ങൾ എത്ര വലുത്. ഇന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് പങ്കുവെക്കുകയും കർത്താവ് ഓരോ തുറകളിൽ ദൈവ ആളുകളെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് മിസ്റ്റർ ജോൺ കെ ജോൺ നമ്മുടെ കൂടെ ഇപ്പോൾ ബോംബെയിൽ നിന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് us ആൻഡ് we really appreciate what you are doing and God will bless you and take you to different parts of the globe carrying the name of Jesus. He works for one of the leading corporates of the world and we are so proud of having you with us, sharing gospel, lifting the name of Jesus. Just before we go into the word of God, let me pick up a telephone. ഇപ്പോൾ വന്നൊരു ടെലിഫോൺ എടുക്കട്ടെ വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പ്. ഹലോ ഹലോ ആ ഹലോ ഹലോ പറഞ്ഞാട്ടെ. ഹലോ ആ ഞങ്ങൾ ഓർഡറിൽ വിളിക്കുവാണേ. ഓതറേന്ന് ആ ഹലോ പറഞ്ഞാട്ടെ, ആ നിർത്താതെ പറഞ്ഞോളൂ. ആ എന്റെ ലീന, ഓക്കെ. എന്റെ മകന്റെ ഭാര്യയ്ക്ക് ലീന എന്ന പേര്, 28 വയസ്സ്. ആ ഓക്കെ, ഞങ്ങൾ തിരിച്ചു വരാം. കോൾ നമ്മൾ വീണ്ടും വ്യക്തമായിട്ട് എടുക്കാം. ശരിയായിട്ട് സംസാരിക്കുന്ന വിവരം അവരോടൊന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച കോൾ എടുക്കാം. ഒരിക്കലും അത് വിട്ടുകളയത്തില്ല, തിരിച്ച് നമ്മൾ എടുക്കാം. സമയം പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് ലോകരാജ്യങ്ങളിൽ ദിസ് ബ്രെയിൻ കേരള ഈസ് ദ ഫസ്റ്റ് ഇൻട്രാക്റ്റീവ് ക്രിസ്ത്യൻ ടെലിവിഷൻ പ്രോഗ്രാം ഇൻ ദ വേൾഡ് ആൻഡ് പീപ്പിൾ ഹാസ് the you know I would say the right to talk to each of us whom they say on the screen. 100% ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് പൂർണ്ണമായിട്ട് സംസാരിക്കുവാനുള്ള അവകാശം തന്നെ ഉണ്ട് ബ്രെയിൻ കേരള. ബിക്കോസ് ഇറ്റ് ബിലോങ്സ് ടു ദം, ഇറ്റ് ബിലോങ്സ് ടു us, നമ്മുടെ എല്ലാവരുടെയും കൂടെ. നമുക്ക് ആ ടെലിഫോൺ തിരിച്ചു വന്നിട്ടുണ്ട്. ഹലോ ഹലോ ആ പറഞ്ഞാട്ടെ. ഹലോ, എന്റെ മകന്റെ ഭാര്യയാണ് ലീന. ആ ലീനയ്ക്ക് ബ്രെയിൻ ട്യൂമർ ആണ്. 2011 അമൃതയിൽ ഓപ്പറേഷൻ ചെയ്തതാണ്. 2 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തു. 2 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തിരുന്നതിന് കണ്ണിന്റെ സൈഡിൽ ഒരു ശകലം ഉണ്ടായിരുന്നു, അത് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പം വീണ്ടും ഒരു 4 മാസമായി ഞങ്ങളൊരു ചെക്കപ്പ്, കണ്ണിന് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു, കാഴ്ചയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അതിന് ചെക്കപ്പിന് ഞങ്ങൾ പോയി. അമൃതയിലെ ഡോക്ടർ ഇപ്പൊ അസ്റ്റർ മെഡിസിറ്റി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലാണ്. അവിടെ ഞങ്ങൾ ചെന്നിട്ടുള്ളപ്പം ബ്രെയിനകത്ത് 3 മുഴയായിട്ട് കാണിക്കുന്നുണ്ട്. അതൊരു അവര് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. ഓപ്പറേഷൻ ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും സൈഡ് ഇഫക്റ്റ് ഉണ്ടാവും, കാലിന് തളർച്ചയോ കണ്ണിന് കാഴ്ചയോ ഉണ്ടാവും. അതുകൊണ്ട് 30 റേഡിയേഷനും 30 കീമോയും ചെയ്യാൻ അവർ പറഞ്ഞത്. ഞങ്ങളത് ചെയ്തിട്ട് 3-4 ദിവസത്തേക്ക് മുമ്പ് ഞങ്ങൾ വീണ്ടും ചെക്കപ്പിന് പോയി. അവിടെ ചെന്നപ്പം അവര് പറഞ്ഞു ഇച്ചിരി വ്യത്യാസമുണ്ട്, ചുരുങ്ങിയിട്ടുണ്ട്, എന്നാലും 6 മാസം തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മോള് കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. 2 പ്രാവശ്യം പ്രഗ്നന്റ് ആയിരുന്നു, പക്ഷെ അത് അബോർഷൻ ആയിപ്പോയി. ഇനിയും യാതൊരു സ്റ്റെപ്പ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ബ്രെയിനിനകത്ത് ദൈവം പുതിയൊരു ബ്രെയിൻ അവർക്ക് രൂപാന്തരപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. മോനാണെങ്കിൽ ലീവിന് വന്നിട്ട് വീണ്ടും ലീവ് നീട്ടി എടുത്തോണ്ടിരിക്കുകയാണ്. അടുത്ത മാസം ഓഗസ്റ്റ് 7-ാം തീയതി അവന് തിരിച്ചു പോകണം. എന്റെ മോക്ക് പരിപൂർണ്ണ സൗഖ്യം കിട്ടുവാനും എന്റെ കുടുംബജീവിതത്തിൽ ഏറ്റവും നന്മ കിട്ടുവാനും കുഞ്ഞുങ്ങളെ കിട്ടുവാനും പ്രാർത്ഥിക്കുന്നു. അമ്മ പറഞ്ഞത് പ്രശ്നവും ഉത്തരവും കൂടെ പറഞ്ഞത്. താങ്ക് യു. കരയട്ടെ, ഒരു കുഴപ്പമില്ല. ഈ ശുശ്രൂഷയില് എനിക്ക് 2 മക്കൾ മാത്രമേ ഉള്ളൂ. പപ്പ മരിച്ചിട്ട് 12 വർഷമായി. കരയട്ടെ. ബ്രെയിൻ കേരളയിൽ മാത്രമേ ആളുകൾക്ക് ലോകത്തിൽ എവിടെയെങ്കിലും തങ്ങളുടെ ഭാരങ്ങൾ വിളിച്ചു പറഞ്ഞ് കരയുവാൻ, മാത്രമല്ല കരച്ചിൽ കേട്ട് നമ്മൾ സന്തോഷിക്കുകയല്ല, നമ്മൾ ലോകരാജ്യങ്ങൾ അനേകർ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യുന്നത്. ഈ കേൾക്കുന്നത് അവരുടെ വിലാപമാണ് കേൾക്കുന്നത്. ഹസ്ബൻഡ് മരിച്ചുപോയി, 2 മക്കളുടെ സ്ഥിതി, ആ മകളുടെ ഭാര്യയുടെ സ്ഥിതിയാണ് അവർ സംസാരിക്കുന്നത്. ദൈവമേ, 30 കീമോ, 30 റേഡിയേഷൻ, ഒരു ശരീരം ഇതെങ്ങനെ താങ്ങും? മൈ ഗുഡ്നസ്. എന്നിട്ട് ചെറിയൊരു നീക്കമെന്ന് പറയുമ്പോൾ ഈ പകൽ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ആ മാന്യ സഹോദരി സംസാരിച്ചപ്പോൾ പ്രശ്നം മാത്രമല്ല പാസ്റ്റർ സംസാരിച്ചത്, അവരാഗ്രഹിക്കുന്നൊരു പുതിയ ആൻസറും കൂടെ. ഒരു പുതിയ ബ്രെയിനാണ് വേണ്ടത്. 3 മുഴയുള്ളത്. എനിക്ക് ഓർമ്മയുണ്ട്, സതീഷ് എന്ന് പറയുന്ന ഒരു യുവാവ് അമേരിക്കയിലും മറ്റു MBA ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കടന്നു വന്നത്, മദ്രാസിൽ വെച്ച് ഞങ്ങളെ കാണുന്നത്.
അദ്ദേഹത്തിൻ്റെ തലയ്ക്കകത്ത് 7 മുഴകളുണ്ടായിരുന്നു. 7 മുഴകൾ 3 ഡോക്ടേഴ്സ് രാമയ്യ ആൻഡ് രാമകൃഷ്ണ ഇൻ ചെന്നൈ അവിടെയൊക്കെ അപ്പോളോ മുതലായിടത്തൊക്കെ അവർ പരിഹരിച്ചെടുത്തു. പക്ഷേ ബാക്കി 4 ഇവർക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർ പറഞ്ഞതുക്കുന്ന പോലെ തന്നെ അവർ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ സതീഷ് എന്നോട് ഞങ്ങൾ മദ്രാസിൽ വെച്ച് കാണുമ്പോൾ പറഞ്ഞത്, എനിക്കിനി അല്പ ദിവസങ്ങളേ ഉള്ളൂ, അത് നിങ്ങളെപ്പോലുള്ളവരുടെ അടുത്ത് വന്നിരുന്ന് ഒന്ന് മരിക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. എന്നിട്ട് അദ്ദേഹം എഴുതി തന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇതെൻ്റെ ഇഷ്ടപ്രകാരം ഞാനിവിടെ വന്നു, എൻ്റെ ശവത്തിൻ്റെ മേൽ ആർക്കും അനുവാദമില്ല, അപ്പോൾ നമ്മളൊക്കെ തന്നെ ഇത് അടക്കണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ലെറ്ററും ഒക്കെ ഇവിടെ എഴുതി തന്നിട്ട് ഞങ്ങളുടെ കൂടെ ഇവിടെയുണ്ട്. പാസ്റ്റർ ജെയിംസ് സംഭവിച്ചതെന്നറിയോ, പുള്ളിക്ക് ഈ ബ്ലോക്ക് കാരണം രക്തഓട്ടം നടക്കത്തില്ല. അപ്പോൾ പ്രഷർ കൂടിയിട്ട് കണ്ണുകൾ രണ്ടും ഈ ഐബോൾസ് രണ്ടും തള്ളി പുറത്തു വരും. യേശു ആ മനുഷ്യനെ സൗഖ്യമാക്കി. എങ്ങനെ സൗഖ്യമാക്കിയെന്ന് ഞാൻ പറയാം. അദ്ദേഹം ഒരു ബൈക്കിൽ പോകുമ്പോൾ, ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ വിട്ടു, ബൈക്കിൽ കടന്നു പോകുമ്പോൾ ബൈക്ക് തെന്നി മറിഞ്ഞടിച്ച് വീണു. ഇടിവെട്ടിവൻ്റെ തലേ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞല്ല, മറിഞ്ഞടിച്ച് വീണു. പെട്ടെന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. ആശുപത്രി ഇദ്ദേഹം വർഷങ്ങളായിട്ട് രക്തം കട്ടി കുറയാനുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം സതീഷ് നടക്കുന്നത് തന്നെ ഇങ്ങനെയാണ് നടക്കുന്നത്, വളരെ സൂക്ഷിച്ച്, പോറൽ പോലും വരാതെ നടക്കുന്നത്. എന്നെ ശ്രദ്ധിക്കൂ, സംഭവിച്ചെന്നറിയാമോ, ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് ഒരു മുറിവുമില്ല, പക്ഷേ തല ചെന്ന് റോഡിൽ ശരിയായിട്ട് അടിച്ചു. ഓടിച്ചിരുന്ന ആളുടെ ദേഹത്ത് മുഴുവൻ ബ്ലഡ്, അവൻ്റെ ദേഹം മുഴുവൻ മുറിവായി. ഇനി എന്താ സംഭവിച്ചത്? ഒരു ഓപ്പറേഷൻ നടക്കുകയായിരുന്നു. ദൈവം കാലെ പിടിച്ച് റോഡിലടിച്ചിട്ട് എന്താ ചെയ്തതെന്നറിയാമോ, തലയ്ക്കകത്തിരുന്ന് 4 ക്ലോട്ടുകൾ മാറ്റിക്കളഞ്ഞു. Rarest of rare operation in the history of mankind. ഇന്ന് സതീഷ് ജീവിക്കുന്നു. ഹിമാചൽ പ്രദേശിലെ കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട് അദ്ദേഹം ജോലി ചെയ്യുക. സതീഷിന് സുഖമില്ലാതെ വന്നപ്പോൾ സ്വന്തം വീട്ടുകാർ പറഞ്ഞ്, ഇങ്ങനൊരു മകനില്ല, അപ്പൻ ഉപേക്ഷിച്ച്, അമ്മ ഉപേക്ഷിച്ച്, ഭാര്യ ഉപേക്ഷിച്ച് വേറെ ആരുടെ കൂടെ പോയി. പക്ഷേ യേശു ഉപേക്ഷിച്ചില്ല. ഈ പകൽ ഐ ടെൽ യു, ഞാൻ ഈ സംസാരിക്കുന്ന യേശുവിനെയാണ്. ആരുപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത യേശു. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഓപ്പറേഷൻ ചിലപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കും, പക്ഷേ യേശുവിന് റോഡിലിട്ട് അടിച്ച് നമ്മൾക്ക് വേണ്ടി ഓപ്പറേഷൻ ചെയ്യാൻ 4 ക്ലോട്ടുകളും. എനിക്കറിയാവുന്ന, പ്രത്യേകിച്ച് ബ്രെയിൻ സർജറിയും മറ്റും ചെയ്യുന്ന കുറച്ച് വിദഗ്ധരായ ഡോക്ടേഴ്സിനെ അടുത്ത് ഞാൻ ഈ സതീഷിനെ കൊണ്ടുപോയി, പല ആശുപത്രിയിൽ കൊണ്ടുപോയി. അന്ന് അവർ പറഞ്ഞത്, ബ്രദർ സാം, സതീഷ് ഇസ് ഇൻ ദ ബെസ്റ്റ് ഹാൻഡ്സ് അവൈലബിൾ ഇൻ ഇന്ത്യ എന്നവർ പറഞ്ഞത്. ഇനി ഇതിന് മേളിൽ വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാനില്ല. ഇതിൻ്റെ സ്ഥിതി ഡോക്ടർ സജീഷ്, അദ്ദേഹത്തിൻ്റെ മാതാവ് ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നു. ഡോക്ടർ സജീഷ് എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്, ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഇതിന് മീതെ ഇനി ഒന്നും ചെയ്യുവാനില്ല. ഹീസ് ഇൻ ദ ബെസ്റ്റ് ഹാൻഡ്സ് അവൈലബിൾ. ഞാൻ ആ സതീഷിനെ ഇവിടെ കൊണ്ടുവന്നു, യേശുവിൻ്റെ സന്നിധി പ്രാർത്ഥിച്ചു. നമ്മുടെ സൺഡേയിൽ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കേൾക്കുന്നൊരു ശബ്ദം, ഡിവൈൻ ആൻജിയോപ്ലാസ്റ്റി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഡിവൈൻ ആൻജിയോപ്ലാസ്റ്റി. എഴുന്നേൽക്കണമെങ്കിൽ പരസഹായം വേണ്ടുന്ന മനുഷ്യൻ ചാടി എഴുന്നേറ്റ് തുള്ളിച്ചാടി. അവിടുന്ന് തിരിച്ച് ഓഫീസിലേക്ക് വരുമ്പോഴാണ് ദൈവം റോഡിലിട്ട് തല്ലിയത്. ബ്രെയിനിലെ ട്യൂമറുകൾ, ക്ലോട്ടുകൾ പോയി. ആൻഡ് ഞാൻ പറയട്ടെ, അമ്മ പ്രശ്നം മാത്രമല്ല പറഞ്ഞത്, ഉത്തരം കൂടെ പറഞ്ഞു കഴിഞ്ഞു. ആ പുതിയ ബ്രെയിൻ തരുന്ന സൃഷ്ടിതാവിന്റെ സന്നിധിയിലാണ് പറഞ്ഞ്, ഞങ്ങളോടല്ല യേശുവിന്റെ സന്നിധിയിലാണ് പറഞ്ഞ്. അടുത്തൊരു ടെലിഫോൺ എടുക്കട്ടെ. ഹലോ ഹലോ, അതെ, ഇവിടെ കരുനാപ്പള്ളിന്ന് വിളിക്കുന്നേ. എന്റെ പേര് അനിജ. അമ്മയ്ക്ക് വേണ്ടി, അമ്മയുടെ പേര് സുമതി. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം 2 കഴിഞ്ഞ് അമ്മയ്ക്ക് ശ്വാസം മുട്ടലും അതേപോലെ തന്നെ അണപ്പും ഒക്കെ വന്നത് കൊണ്ട് പോയി സ്കാൻ ചെയ്ത് നോക്കി ലെൻസിനകത്ത്. അപ്പം ലെൻസിനകത്തൊരു ട്യൂമറായി. അപ്പൊ അത് ക്യാൻസറിന്റെ ആരംഭമാണെന്ന് പറഞ്ഞ് അങ്ങനെ മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞിട്ട് അവര് ഗുളിക കൊടുത്തു. മെനഞ്ഞാന്ന് വരെയുള്ള ഗുളിക കഴിച്ചിട്ട് 11-ാം തീയതി ടെസ്റ്റിനെല്ലാം പറഞ്ഞു. അപ്പൊ ഇന്ന് വെളുപ്പിന് മെഡിക്കൽ കോളേജിൽ പോയി ബയോസിനുള്ള ടെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ നിൽക്കുവാണ് ഇപ്പം. ഹലോ, കേക്കാം, പറഞ്ഞാട്ടമ്മ. അപ്പം പ്രാർത്ഥനയ്ക്കാണ്ട് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ. ഇപ്പൊ ഈ പ്രാർത്ഥന പങ്കെടുത്തോണ്ടിരിക്കുകയാണോ? ഞാനോ?
ഇല്ല, ഞാൻ ഇവിടെ വീട്ടിലുണ്ട്. വീട്ടിലുണ്ട്. ഓക്കെ. കരുനാപ്പള്ളിയിലാണ്. അമ്മയെ അങ്ങ് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾ തിരിച്ചു വിളിച്ച് കൂടുതൽ വിശദാംശങ്ങൾ എടുത്തോളാം ആവശ്യമാണെങ്കിൽ. അനിജയാണ് നമ്മോട് ഇപ്പോൾ ടെലിഫോണിൽ വന്നിരിക്കുന്നത്. കരുനാഗപ്പള്ളിയിലെ സ്വന്തം വീട്ടിൽ നിന്ന് വിളിക്കുന്ന അമ്മ ശ്വാസമുട്ടലിനാലും ഒക്കെ കടന്നുപോയി ഹോസ്പിറ്റലിൽ ചെന്നു. അതിൻ്റെ ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോൾ ട്യൂമർ ലങ്സിനകത്ത് ക്യാൻസറാണ്. മെഡിക്കൽ കോളേജിൽ ഇന്ന് വീണ്ടും അത് സ്ഥിരീകരിക്കുന്ന ഒരു ടെസ്റ്റ് നടക്കുകയാണ്. ആ അമ്മ ഇപ്പോൾ ആശുപത്രിയിലായിരിക്കുക. ഇതുപോലെ അനേക അമ്മമാർ, അനേക അപ്പന്മാർ, അനേക പിതാക്കന്മാർ, അനേക മാതാക്കൾ, അനേക യുവതിമാർ, അനേക യുവാക്കന്മാർ, അനേക ആൺകുഞ്ഞുങ്ങൾ, പെൺകുഞ്ഞുങ്ങൾ ഇന്നിപ്പോൾ ഈ ഹോസ്പിറ്റലിലും ഭവനത്തിലുമായിട്ട് വിശ്രമിക്കുക. നമുക്കൊന്നിച്ചു ചേർന്ന് യേശുവിൻ്റെ സന്നിധിയിലെ കരങ്ങളെ ദൈവസന്നിധി ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. ഈ പകൽ ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് അത്ഭുതകരമായ വിടുതൽ ഈ ജീവിതങ്ങൾക്ക് പകർന്നു നൽകും. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർ ജെയിംസ് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാൻ പോകുക. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയ കർത്താവേ, ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങയുടെ നാമത്തിനായി സ്തോത്രം. ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ചോദിച്ചിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യ അതേ കർത്താവെ സഹോദരിമാർക്കായി, മാതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ സ്തോത്രം ചെയ്യുന്നു. അനേക 30 കീമോ എടുക്കേണ്ട 30 അതേ സ്തോത്രം കർത്താവെ ഈ അതേ സ്തോത്രം രോഗത്തിന് സൗഖ്യമുണ്ടാകാൻ ആഗ്രഹിക്കുന്നതായ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ റേഡിയേഷൻ എടുക്കേണ്ട മകൾക്കായി പ്രാർത്ഥിക്കുന്നു. അനുജയുടെ മാതാവിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവരുടെ മേൽ കർത്താവെ സൗഖ്യമുണ്ടാകുവാൻ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ കൽപ്പിക്കുകയാണ്. കർത്താവ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. അതോടൊപ്പം അനേകർ കർത്താവെ വിവിധ രോഗങ്ങളാൽ, ക്യാൻസറുകളാൽ, ട്യൂമറുകളാൽ ഭാരപ്പെടുന്നവരുണ്ട്. അവരെ അങ്ങ് സൗഖ്യമാക്കണമേ. നിന്റെ നാമം മഹത്വപ്പെടണം യേശുവിൻ നാമത്തിൽ തന്നെ. Pastor James, when the Lord has sent Mr. John K. John here to be with Praying Kerala family, I'm sure the Lord has laid a word in your heart. And you have full freedom to minister to God's people. ദൈവം ഇന്ന് പകൽ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയ കോർപ്പറേറ്റ്സിൽ ജോലി ചെയ്യുന്ന ഈ ജോൺ കെ ജോൺ എന്ന ഈ സഹോദരനെ നമുക്ക് വേണ്ടി സ്റ്റുഡിയോയിലോട്ട് അയച്ചതപ്പോൾ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കും അദ്ദേഹത്തിൻ്റെ പകൽ നമുക്ക് വേണ്ടി ഒരു വചനത്തെ കർത്താവ് നൽകിയിട്ടുണ്ട്. സോ യു ഹാവ് ഫുൾ ഫ്രീഡം. ബേസിക്കലി മലയാളി ആണ് എങ്കിലും ജനിച്ചു വളർന്നതെല്ലാം കേരളത്തിന് പുറത്തായതുകൊണ്ട് അദ്ദേഹം ഇംഗ്ലീഷിൽ സംസാരിക്കും. പാസ്റ്റർ ജെയിംസ് അത് മലയാളത്തിൽ. Come on. Hallelujah. I want to thank God for this opportunity because of what I'm experiencing today. ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ ആ അനുഭവങ്ങളെ കുറിച്ച് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. When we live our real life, we don't know what another person is going through because we are so busy with our own lives. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ നാം വലിയ തിരക്കുള്ളവരായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥമായ അനുഭവം, അവസ്ഥ മനസ്സിലാക്കാൻ കഴിയാതെ പോകും. And so we are bothered only of what's going in my life. പലപ്പോഴും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ സ്ഥിതി എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എന്താണോ സംഭവിക്കുന്നത് അത് മാത്രമേ എനിക്കൊരു വിഷമം ഉണ്ടാക്കുന്നുള്ളൂ. But I want to talk about a particular passage from the Bible, what happened to one righteous king. എന്നാൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ഈ ഉപവാസത്തിന്റെ 3-ാം ദിനത്തിൽ ഒരു നീതിമാനായ യഹൂദയുടെ രാജാവിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സ്ഥിതിയെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. There were very few righteous kings in the Bible. One such king was Jehoshaphat. രാജാക്കന്മാരുടെ കൂട്ടത്തിൽ തന്നെ നീതിയുള്ള രാജാക്കന്മാർ വളരെ ചുരുക്കമായിരുന്നു. അവരുടെ ഇടയിൽ നീതിമാനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അത് യഹോശഫാത്ത് ആയിരുന്നു. Something about this king is talked about in 2 Chronicles in chapter 20 which got my attention. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ഭാഗം 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങളാണ്. I just want to talk about the context about what happened to this king. ഈ യഹോശഫാത്ത് രാജാവിന് സംഭവിച്ചതായ ഒരു സ്ഥിതിയെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. Verse number 2 talks about how 3 big armies come marching against the king of Judah, which is Jehoshaphat. ഈ യഹൂദ രാജാവായ യഹൂദയ്ക്ക് വിരോധമായി വന്നതായ 3 പ്രധാനപ്പെട്ട സൈനിക ശക്തികളെ കുറിച്ച് 20-ന്റെ 2-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. And then when King Jehoshaphat gets this news, he has a reaction. ആ സമയം
ഒരു വ്യക്തിയിൽ നിന്ന് ലഭിക്കപ്പെട്ട വിവരമനുസരിച്ച് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് നമുക്ക് ഇവിടെ വായിപ്പാൻ കഴിയുന്നത്. And the Bible beautifully talks about what he did in verse number 3. മൂന്നാമത്തെ വാക്യം എന്താ നമ്മെ പഠിപ്പിക്കുന്നറിയാമോ? അങ്ങനെ മഹാസൈന്യം തനിക്കെതിരെ കടന്നു വന്നപ്പോൾ തന്റെ ജീവിതത്തിൽ താൻ ചെയ്തത് എന്താണെന്നാണ് അവിടെ നമ്മെ ഓർപ്പിക്കുന്നത്. And let's look at what the Bible talks about what this righteous king did in verse number 3. മൂന്നാമത്തെ വാക്യത്തിൽ നീതിമാനായ ഈ യഹൂദ രാജാവ് എന്താണ് ചെയ്തതെന്നതിനെ കുറിച്ച് നമുക്ക് മൂന്നാം വാക്യത്തിൽ നിന്നും ചിന്തിക്കാം. And it says, and Jehoshaphat feared and set himself to seek the Lord and proclaimed a fast through all of Judah. മൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഈ വാർത്ത കേട്ടപ്പോൾ അവൻ ഭയപ്പെട്ട് അവൻ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കുമായി ദൈവത്തിന്റെ മുഖം അന്വേഷിക്കേണ്ടതിന് യഹോശാഫാത്ത് തീരുമാനിച്ചു. The first part of the scripture is what happens to normal human beings. അതെ, ഒരു സാധാരണ മനുഷ്യന് എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഒന്നാമത്തെ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നതെങ്കിൽ It says that when he saw this great army, or when he heard about this great army, he became fearful. ഒന്നാമത് സാധാരണ ഒരു മനുഷ്യൻ ഉണ്ടാകുന്നത് പോലെ തന്നെ വലിയ സൈന്യങ്ങൾ തനിക്കെതിരെ വരുന്നു എന്ന് കേട്ടപ്പോൾ അവനും ഭയപ്പെട്ടു പോയി. And that's what most of us do when trouble comes against us, we become fearful. പ്രിയരെ, പലപ്പോഴും നമുക്കൊക്കെ സംഭവിക്കുന്ന ഇതാണ്, നമ്മുടെ ജീവിതത്തിനെതിരെ കഷ്ടത പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ഭയപ്പെടാറുണ്ട്. But I thank God that Jehoshaphat did not stop with just being fearful. എന്നാൽ ഇവിടെ അതെ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും വായിക്കുന്നതനുസരിച്ച് ഇത് കേട്ടപ്പോൾ അവൻ ഭയപ്പെട്ടു എന്നല്ല നമ്മൾ വായിക്കുന്നത്. എന്നാൽ യഹോശാഫാത്ത് ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. And let's look at what he did. He says he set himself to seek the Lord and proclaimed a fast through all of his land. എന്നാൽ പിന്നീട് യഹോശാഫാത്ത് ചെയ്തെന്താണെന്നറിയാമോ? അവൻ ദൈവത്തെ ഭയപ്പെട്ട് യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. Hallelujah. You might be sitting there in your bedroom, you might be sitting in a hospital, and you might be fearful of what is happening in your life. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ജീവിതങ്ങളെ, നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ കിടക്കമുറിയിലോ ഒരു ആശുപത്രിയിലോ ഒരു ജോലി സ്ഥാപനത്തിലോ ആയിരിക്കാം എന്റെ ശബ്ദം ശ്രവിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് ഭയാശങ്കയോടുകൂടിയ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? But I want to tell you, do what King Jehoshaphat did. He sought the Lord and proclaimed a fast in all of Judah. എനിക്കുള്ള സന്ദേശം ഇതാണ്, ഇന്ന് പകൽ ഭയകരമായ സാഹചര്യം വരുമ്പോൾ യഹോശാഫാത്ത് ചെയ്തത് തന്നെ നിങ്ങൾക്കും ചെയ്യുവാൻ കഴിയും. ഒരു ഉപവാസം ദൈവസന്നിധി പ്രസിദ്ധപ്പെടുത്തി അവന്റെ മുഖം അന്വേഷിക്കുവാൻ ഇന്ന് പകൽ നിങ്ങൾ തയ്യാറാകുക. My question to you is, when was the last time you sought the Lord and had a fast for a particular problem in your life? ഞാനൊന്ന് ചോദിച്ചോട്ടെ പ്രിയ കൂടപ്പുറപ്പെ സഹോദര, നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചപ്പോൾ നീ ഏറ്റവും ഒടുവിൽ അതേ ഉപവാസത്തിനും ദൈവമുഖം അന്വേഷിക്കേണ്ടതിനും സമയം ചെലവഴിച്ച ഒടുവിലത്തെ സമയം അത് ഏതായിരുന്നു? Because there is power when you come seeking the Lord and proclaim a fast for your problem. ഇന്ന് പകൽ ഒരു കാര്യം തിരിച്ചറിയണം, നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവസിക്കുവാൻ അവന്റെ മുഖം അന്വേഷിക്കുവാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ജീവിതത്തിൽ അതൊരു വലിയ ശക്തി ഉണ്ടെന്ന് കരുതുക. Brother John, this is the first time ever in the history of mankind fasting prayer is reaching the world through television channel. You know how God speaks to us very clearly that the importance of fasting and prayer, and your word is the same. Fasting and prayer. We never talked about what we are going to minister today, but today എന്ത് വാസ്തവത്തിലെ പരിശുദ്ധാത്മാ വചനത്തിലൂടെ സംസാരിക്കുന്നത് പ്രാർത്ഥനയുടെ ഉപവാസത്തിന്റെ യേശുവിന്റെ മുഖം അന്വേഷിക്കുന്നതിന്റെ പ്രാധാന്യം ജഹോശാഫാത്തിന് അന്നത് ആവശ്യമായിരുന്നെങ്കിൽ ഇന്നിത് നമുക്കും ആവശ്യമാണ്. നാം ഇന്നത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കമോൺ, ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പ്രാർത്ഥനയുടെ ഒരു ആരാധനയുടെ ആത്മാവിനാൽ നിറയ്ക്കാൻ പോകുക. നമ്മൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. യേശുവിന്റെ വലിയ കരുണ പ്രാർത്ഥനയുടെ അഭിഷേകം. രണ്ട് കരങ്ങളും ഒന്നിച്ചു ഉയർത്തി പ്രാർത്ഥനയുടെ അഭിഷേകത്താൽ നിറയുവാൻ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ സാന്നിധ്യം, പ്രാർത്ഥനയുടെ അഭിഷേകം. കമോ, രണ്ട് കരങ്ങളും ഉയർത്തി ഒന്നിച്ച് പ്രാർത്ഥിച്ചാട്ട് പ്രാർത്ഥനയുടെ അഭിഷേകം, ആരാധനയുടെ അഭിഷേകം, പ്രാർത്ഥനയുടെ അഭിഷേകം ഞങ്ങളോട് ചേർന്ന് പറഞ്ഞാട്ട് പ്രാർത്ഥനയുടെ അഭിഷേകം. ആ മനുഷ്യനെ പോലെ ഇന്ന് നിന്റെ ജീവിതത്തിൽ ദൈവമുഖം അന്വേഷിക്കുവാനുള്ള ഒരു ബലത്തെ അവിടുന്ന് തരണമേ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരൻ ദീപ പ്രാർത്ഥിക്കുക. സ്വർഗീയ നല്ല
നല്ല പിതാവേ, നിനക്ക് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുമ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഇപ്പോൾ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരാധനയുടെ ആത്മാവിനാൽ, പ്രാർത്ഥനയുടെ അഭിഷേകത്താൽ ഇന്ന് പകലവർ നിറയപ്പെടട്ടെ കർത്താവേ. അങ്ങയുടെ ആത്മാവിനാൽ ബലപ്പെടുത്തിയാട്ട്, അങ്ങയുടെ ആത്മാവിനാൽ ശക്തിപ്പെടുത്തിയാട്ട് കർത്താവേ. കഷ്ടതയുടെ നടുവിലും എഴുന്നേറ്റ് നിൽക്കുന്ന ദൈവശക്തി ഇന്ന് പോലെ യേശുവിന്റെ നാമത്തിൽ കർത്താവേ, അയ്യോ, കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും, പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ കർത്താവേ. അത് കുടുംബങ്ങളിലേക്ക് ഇറങ്ങട്ടെ, അത് ദേശങ്ങളിലേക്ക് ഇറങ്ങട്ടെ, അത് രാജ്യങ്ങളിലേക്ക് ഒഴുകട്ടെ കർത്താവേ. അവിടുന്ന് കുടുംബങ്ങളെ സ്പർശിക്കുന്നതിനായി, നിന്റെ സാന്നിധ്യം പകരുന്നതിനായി, ആത്മാവിനാൽ ബലപ്പെടുത്തുന്നതിനായി, ആത്മശക്തിയാൽ നിറയ്ക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ നിനക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അവിടുന്ന് അത് ചെയ്യുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവേ, ഇപ്പോൾ തന്നെ talk about what this king did after that. അതിനുശേഷം ഈ രാജാവ് എന്താണ് ചെയ്തതെന്നതിനെ കുറിച്ചാണ് ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. Many people fast all by themselves. പല ആളുകളും അവർ വ്യക്തിപരമായി ഒറ്റയ്ക്ക് ഉപവസിക്കാറുണ്ട്. But King Jehoshaphat did not fast by himself. എന്നാൽ ഈ രാജാവ് യഹോശഫാത്ത് അവൻ ഒറ്റയ്ക്കല്ല ഉപവസിച്ചത്. He called all of Judah. അവൻ യഹൂദയിലുള്ള സകലരെയും കൂട്ടി. That is like calling all of Kottayam. ഇന്ന് പകൽക്കാലം യഹൂദയെ കൂട്ടി എന്ന് പറഞ്ഞാൽ കോട്ടയംകാരെ മുഴുവൻ ഉൾപ്പെടുത്തി all of India and saying we need to fast for this problem that's coming against us. നമുക്കെതിരെ കടന്നു വരുന്നതായ ഈ വലിയ പ്രശ്നത്തിന്റെ നടുവിൽ നാം ഭാരതീയർ ഒന്നിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. And one particular Bible version says the men and women and children came together to fast and pray for this problem. വേദപുസ്തകത്തിന്റെ ഒരു പ്രത്യേക പരിഭാഷ അത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? ആ പുരുഷന്മാരും സ്ത്രീകളും കൊച്ചുകുട്ടികളും പ്രായമുള്ളവരും അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാവരും ഉപവസിച്ചു എന്നാണ്. And that's what you and I need to do. We need to bring our families together to fast and pray for particular problems that come against us. പ്രിയരേ, ഇന്ന് പകൽ ഈ യഹോശഫാത്തിന്റെ ജീവിതത്തിന് നേരെ കടന്നു വന്നതായ പരിശോധനകളെ പോലെ നമുക്കും കടന്നു വരുമ്പോൾ നമുക്കും നമ്മുടെ കുടുംബം ഒന്നിച്ച് നമുക്കുള്ള സകലരുമായിട്ട് ഒന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൂടെ? And I want to talk about what King Jehoshaphat did and prayed to his God. ആ യഹോശഫാത്ത് ഉപവാസം പ്രസിദ്ധപ്പെടുത്തുക മാത്രമല്ല, അവൻ തന്റെ ദൈവത്തോട് എന്താ പ്രാർത്ഥിച്ചതെന്നും കൂടെ ഞാൻ നിങ്ങളോട് പറയാം. There were 3 questions he asked his God. തന്റെ ദൈവത്തോട് യഹോശഫാത്ത് ചോദിച്ചത് 3 ചോദ്യങ്ങളായിരുന്നു. And those are the 3 questions I want to give you so that you can ask your God and my God as we fast and pray and seek his face. യഹോശഫാത്ത് ദൈവത്തോട് ചോദിച്ച 3 ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് നൽകി തരുമ്പോൾ നിങ്ങൾക്കും ഉപവാസത്തിൽ ഇരിക്കുമ്പോൾ ദൈവത്തോട് അതേ ചോദ്യങ്ങൾ ചോദിപ്പാൻ കഴിയും. Hallelujah. The first question he asked is found in verse number 6. 6ാമത്തെ വാക്യത്തിലാണ് യഹോശഫാത്ത് ആദ്യത്തെ ചോദ്യം ചോദിച്ചത്. And he asked his God and says, "Oh Lord God of our fathers, are you not the God in heaven?" ആമേൻ. യഹോശഫാത്ത് ചോദിക്കുകയാണ്, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ സകലത്തിന്റെയും അധികാരിയായ ഒരു ദൈവമല്ലേ? Hallelujah. And says, "You ruleth not over all the kingdoms of the world." കർത്താവേ, നീയല്ലേ സകല രാജ്യങ്ങളെയും രാജാക്കന്മാരെയും വാഴുന്നവനായ ദൈവം. And in thine hand is there not power and might, so that none is able to withstand your power. നിന്റെ ആ ശക്തിക്കും നിന്റെ ആ കരത്തിന്റെ ശക്തിക്കെതിരെ നിൽപ്പാൻ കഴിയുന്നവർ ആരാണുള്ളത് കർത്താവേ? So my question to you is, do you know the God that you worship? ഇന്ന് പകൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നീ ആരാധിക്കുന്ന നിന്റെ ദൈവത്തെ കുറിച്ചുള്ള അവന്റെ ആ വല്ലഭത്വത്തെ കുറിച്ച് നിനക്ക് എന്താ അറിയാവുന്നത്? Do you know his power? അവന്റെ ശക്തിയെ നിനക്കറിയാമോ? Do you know what he stands for? അവൻ എന്തിനു വേണ്ടി നിലകൊള്ളുന്നുവെന്ന് നിനക്കറിയാമോ? Because Jehoshaphat understood, and that's why he prayed that prayer. യഹോശഫാത്ത് വെറുതെ അങ്ങ് പ്രാർത്ഥിച്ചതല്ല കേട്ടോ. യഹോശഫാത്തിന് അറിയാം അവന്റെ ദൈവം ആരാണ്, അവന്റെ ശക്തി എന്താണ്, അവൻ എന്തിനു വേണ്ടി നിലകൊള്ളുന്നുവെന്ന് അവന് നല്ലവണ്ണം അറിയാം. So God is a God who knows your situation. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്ന ദൈവം ആരാണെന്ന് അറിയാമോ? അവൻ നിന്റെ സാഹചര്യങ്ങളെ നല്ലവണ്ണം അറിയുന്നവനാണ്. That is the first question Jehoshaphat asked his God. തന്റെ ദൈവത്തോട് യഹോശഫാത്ത് ചോദിച്ച 1ാമത്തെ ചോദ്യം അതാണ്.
The second question is found in verse number 7. ഏഴാമത്തെ വാക്യത്തിൽ യഹോശഫാത്ത് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം കാണാൻ കഴിയുന്നു. And the second question is, did you not, O God, drive out the inhabitants of the land before thy people Israel and gave it to the seed of Abraham thy friend forever? ഞങ്ങളുടെ ദൈവമേ, നീ നിന്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ഈ ദേശത്തിലെ നിവാസികളെ നീക്കിക്കളഞ്ഞു. അത് നിന്റെ സ്നേഹിതനായ അബ്രഹാമിനും അവന്റെ സന്തതിക്കും ശാശ്വതമായി കൊടുത്തിട്ടില്ലേ? So what Jehoshaphat is doing is, you have done it in the past. ആമേൻ. ഇന്ന് യഹോശഫാത്ത് ചോദിക്കുന്നത്, കർത്താവേ, നീ മുൻകാലങ്ങളിൽ നീ ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ലേ അത്? You're not a God who's doing it for the first time in my life. You have done miracles for me in the past. എന്റെ ജീവിതത്തിൽ അല്ലല്ലോ നീ ആദ്യമായിട്ട് ഒരു അത്ഭുതം ചെയ്യുന്നത്. ഇതിനും എത്രയോ മുമ്പ് എത്രയോ തവണ നീ അത്ഭുതങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ദൈവമാണ്. Look back over your life and see what God has done in your life ever since you came to in this world. എന്നെ കേൾക്കുന്ന പ്രിയ യുവാവേ, പ്രിയ യുവതിയെ, നിന്റെ ജീവിതത്തിൽ കർത്താവ്, നീ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം അവൻ നിനക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തതായ നിരവധി അതിശയങ്ങളെ കുറിച്ച് ഒന്ന് ഇറങ്ങി ചിന്തിച്ചു നോക്കിക്കേ. Ever since you were a little baby, he has been doing miracles after miracles for you, and that is why you are here. അവൻ ഇന്ന് പകൽക്കാലം നീ ഇവിടെ ആയിരിക്കുന്നത് തന്നെ കഴിഞ്ഞ നാളുകളിൽ അവൻ നിനക്ക് വേണ്ടി ചെയ്തതായ പ്രവർത്തിച്ചതായ തന്റെ അത്ഭുതങ്ങൾ നിമിത്തം അത് മാത്രമല്ലേ. When I look at my life, I can see only miracles that have happened in my life. I can only attribute it to my God. എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തതായ എന്റെ അത്ഭുതങ്ങളെ കുറിച്ച് മാത്രമേ എനിക്കിന്ന് പകൽക്കാലം ചിന്തിപ്പാൻ, അത് ദൈവം ചെയ്തെന്ന് മാത്രം പറയുവാൻ എനിക്ക് കഴിയുകയുള്ളൂ. Every time I had to go from one school to another and there was a problem with admission, God did a miracle through somebody in my life. ആമേൻ. ഓരോ പ്രാവശ്യം ഞാൻ ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് കടന്നു പോകുന്ന സമയത്ത്, മറ്റൊരു ചുവട് എടുക്കുന്ന സമയത്ത്, പലപ്പോഴും എന്റെ അഡ്മിഷന് പോലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള സന്ദർഭത്തിൽ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. And King Jehoshaphat looks back on his life and says, are you not the same God who did a miracle for me yesterday? I praise you, God, because you did it for me yesterday. യഹോശഫാത്ത് ചോദിക്കുകയാണ്, കർത്താവേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നത്, ഞാൻ അങ്ങയെ വാഴ്ത്തുന്നതിന്റെ ഏക കാരണം എന്താണെന്ന് അറിയാമോ? കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ നീ എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തതുകൊണ്ട് ഇന്നും ചെയ്യുവാൻ നീ മതിയായവനെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടത്രേ. Hallelujah. യേശു 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 പരിശുദ്ധ യേശു യേശുവേ നാം ഒന്നിച്ച് യേശു യേശു ആരാധിപ്പാൻ യോഗ്യൻ യേശു യേശുവേ യേശു 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 പരിശുദ്ധൻ യേശു യേശുവേ യേശു യേശു ആരാധിപ്പാൻ യോഗ്യൻ യേശു യേശുവേ. And so we see that the first question that Jehoshaphat asked was, God, are you not the God of the heavens? ഒന്നാമത് യഹോശഫാത്ത് ദൈവത്തോട് ചോദിച്ച ചോദ്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, കർത്താവേ, നീ സകലത്തിനും മീതെ അതെ രാജാവാകുന്നുവല്ലോ എന്നവൻ ചോദിച്ചു. And the second question is, did you not do for us in the past? കഴിഞ്ഞ കാലങ്ങളിൽ നീ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തിട്ടുള്ള ദൈവമല്ലയോ എന്ന് രണ്ടാമതവൻ ചോദിച്ചു. And the third question is found in verse number 12. മൂന്നാമത്തെ ചോദ്യം 12ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. And it says, oh our God, will you not judge them? For we have no might against this great company that comes against us, neither know we what to do, but our eyes are upon you. മൂന്നാമത് യഹോശഫാത്ത് ചോദിക്കുകയാണ്, ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്തു ചെയ്യണമെന്ന് അറിയുന്നതുമില്ല. എങ്കിലും ദൈവമേ, ഞങ്ങളുടെ കണ്ണുകൾ നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. Hallelujah. What Jehoshaphat is doing is, he's putting his faith in the God and said, God, if you're the God yesterday, today and forever the same, and if you did a miracle for me yesterday, you will do a miracle for me today and in my tomorrow, because I don't have power in my own strength, but I know my eyes are upon you. ഇന്ന് പകൽ ഈ ഉപവാസ പ്രാർത്ഥനയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതത്തോട് ഞാൻ വിളിച്ചു പറയാ, യഹോശഫാത്ത് ദൈവത്തോട് പറഞ്ഞത് ഇതാണ്, യഹോവേ, നീ അതെ ഇന്നലെയും
ഇന്നും എന്നേക്കും നിനക്കൊരു മാറ്റവുമില്ലാത്ത ദൈവമാണ്. ഇന്നലെ നീ എങ്ങനെ പ്രവർത്തിച്ചുവോ അങ്ങനെ തന്നെ നീ ഇന്നും പ്രവർത്തിപ്പാൻ കഴിയുന്നവനാണ്. ഇന്ന് പകൽ ഞാൻ നിന്റെ കൃപയിൽ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞ് യഹോശഫാത്ത് ദൈവത്തെ സ്തുതിച്ചു. Father, therefore, Lord, you are listening to me and saying, God, I know you did for me yesterday a miracle. I want you to do a miracle today because I don't know what to do in my current situation, but my eyes are upon you. ഈ പകൽ ജീവിതത്തിന്റെ വിവിധമായ ഘട്ടങ്ങൾ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന നിങ്ങൾക്കും യഹോശഫാത്തിനെ പോലെ പറവാൻ കഴിയും. ഇന്നലെ അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവമേ, ഇന്ന് നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അത് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് കർത്താവേ, എന്റെ ജീവിതത്തിൽ നീ ഒരു അത്ഭുതം ചെയ്യണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. And then the Spirit of the Lord falls upon the people. It's prophesied through one man. നമുക്കറിയാം, അങ്ങനെ 3 ചോദ്യങ്ങൾ ചോദിച്ച് ദൈവത്തിന്റെ മുഖമന്വേഷിച്ച യഹോശഫാത്തിന്റെ മേൽ സ്തോത്രം, ദൈവം ജനത്തിന്റെ ഇടയിൽ ഒരുവന്റെ മേൽ തന്റെ ആത്മാവിന്റെ ശക്തിയെ അവൻ അയച്ചു. And his name is Prophet Jahaziel. യഹസിയേൽ എന്ന് പറയുന്ന ഒരു ലേവ്യന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. And when the Spirit of the Lord fell upon Jahaziel, he had a word of prophecy for the king. ആ സമയത്ത് ആരാധനയും സ്തുതിയും നടക്കുമ്പോൾ യഹസിയേൽ എന്ന് പറയുന്ന ഒരുവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ഇറങ്ങി വന്നിട്ട് യഹോശഫാത്തിനോടുള്ള ഒരു ആലോചന ദൈവം അവന് നൽകി കൊടുത്തു. Hallelujah. I am so excited because of what I'm going to speak to you as a word for some of you in your battle situation. ഇന്ന് പകൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. കാരണം എന്താണെന്നറിയാമോ? യഹോശഫാത്ത് അഭിമുഖീകരിച്ചതായ പ്രശ്നം പോലെ തന്നെ ജീവിതങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളോടുള്ള ദൈവത്തിന്റെ ആലോചനയാണ് ഈ വാക്യം എന്നുള്ളത് കൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. And I want you to look at verse number 17. ഇനി നിങ്ങൾ അതിന്റെ 17ാമത്തെ 2 ദിനവൃത്താന്തങ്ങൾ 20-17 വാക്യം നോക്ക്. And the Spirit of the Lord falls on Jahaziel and he looks at the king and says this: Ye shall not fight this battle. Set yourselves, stand ye still and see the salvation of the Lord with you, O Judah and Jerusalem. Fear not, nor be dismayed. Tomorrow go out against them, for the Lord will be with you. 20-17 ഈ പടയിൽ നിങ്ങൾക്ക് പൊരുതേണ്ട ആവശ്യമില്ല. യഹൂദയും യെരൂശലേമുമായുള്ളവരെ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഭയപ്പെടരുത്, പരിഭ്രമിക്കുകയും അരുത്. നാളെ അവരുടെ നേരെ ചെല്ലുവിൻ, യഹോവ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. Hallelujah. When I am going through trouble and when I get the word like this, I will hold it like anything. Amen. എന്നെ സംബന്ധിച്ച് ഇതുപോലുള്ള ഞാൻ കടന്നു പോകുന്ന പരിസ്ഥിതികളിൽ ഇങ്ങനെയുള്ള ദൈവവചനം എനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ വചനത്തെ മുറുകെ പിടിക്കും. And I want you to hold on to this word and say, because God is looking at your situation and saying, this battle is not your battle, it is my battle. I am going to fight for you. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ദൈവത്തിന്റെ ഈ ആലോചനയെ മുറുകെ പിടിപ്പാൻ കഴിയുമോ? കർത്താവ് നിന്നോട് പറയുകയാണ്, നീ ഈ പടയിൽ പൊരുതേണ്ട ആവശ്യമില്ല. ആമേൻ. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, അവൻ നിനക്ക് മുമ്പായി പുറപ്പെടുന്നു. Hallelujah. The Spirit of the Lord is falling upon thousands of people all across the globe. And he's raising up people like Jahaziel today. In the Jahazielne pole ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ പൊരുന്നിറങ്ങിക്കൊണ്ട് എഴുന്നേൽപ്പിക്കുന്ന പകലായത്. ദൈവത്തിന് സ്തോത്രം. Verse number 14 we read, then the Spirit of the Lord came upon Jahaziel. ദൈവത്തിന്റെ ആത്മാവ് ജഹസിയേലിന്റെ മേൽ വന്നു. നമ്മൾ ഇന്ന് പകൽ ഈ 1ാം സ്റ്റേജിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. അടുത്ത വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവേ എൻ്റെ മേൽ ഇറങ്ങി വസിക്കണമേ. ജഹസിയേലിന്റെ മേൽ വന്ന അതേ ദൈവത്തിന്റെ ആത്മാവേ, ഞാൻ ഇന്ന് തളർന്നിരിക്കുന്നു, ഞാൻ ഇന്ന് കുഴഞ്ഞിരിക്കുന്നു, എനിക്ക് അറിയത്തില്ല മുൻപോട്ട് പോകേണ്ടത് എങ്ങനെയെന്ന്, ഈ മാസത്തെ ബില്ലുകൾ എങ്ങനെ കൊടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെ നോക്കുമെന്ന് അറിയില്ല, എനിക്ക് ഒന്നും അറിയില്ല. പരിശുദ്ധാത്മാവേ എന്റെ മേൽ ഇറങ്ങി വസിക്കണമേ. ആ 2 കരങ്ങളും ഉയർത്തി ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ ഞങ്ങൾക്ക് നന്നായ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, യഹോശഫാത്ത് പറഞ്ഞതുപോലെ കർത്താവേ, ഞങ്ങൾ ഹല്ലേലൂയ ഉപവാസ പ്രാർത്ഥന 3ാമത്തെ ദിവസം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കാണുവാൻ കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ കണ്ണുകൾ തുറന്നതിനായി സ്തോത്രം. കർത്താവേ, സകലത്തെയും നിയന്ത്രിക്കുന്നതിന് യേശുവിനെ കണ്ടുമുട്ടുവാൻ തന്നതിനായി സ്തോത്രം. കർത്താവേ, അങ്ങ് അനന്തനും ഹല്ലേലൂയ അന്ത്യനും അനന്തനുമായ കർത്താവാണ്. കർത്താവേ, കർത്താവ് അങ്ങ് അവിടെ പ്രവർത്തിച്ചെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ഇതിനോട് ഓരോ കുടുംബത്തെയും കർത്താവേ, ഇതിൽ വിളിക്കുന്ന ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. അവിടെ പ്രശ്നങ്ങൾക്ക് അവിടുന്ന് മറുപടി കൊടുക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. And so I want you
to listen to my word once again that's coming from scripture as the Spirit of the Lord fell on Jehaziel. ഈ പകൽക്കാലം നിങ്ങൾ ഒരിക്കൽ കൂടി ആ വചനം ശ്രദ്ധിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യഹസിയേൽ എന്ന ആ യുവാവിന്റെ മേൽ യഹോവയുടെ ആത്മാവ് ഇറങ്ങി വന്നത് നമ്മൾ വായിക്കുന്നു. Many of them are scared by the devil and they're frightened and fearful, and God is telling you, do not be afraid, do not be dismayed, because the battle belongs to me. ഇന്ന് പകൽക്കാലം ഈ ഉപവാസ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന അനേക ജീവിതങ്ങൾ സാത്താന്യമായ ശക്തിയാൽ, അന്ധകാരത്തിന്റെ ശക്തിയാൽ ഭയത്തിനടിമകളായിരിക്കുന്ന ആ ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുകയാണ്, മകനെ നീ ഭയപ്പെടേണ്ട, മകളെ നീ ഭയപ്പെടേണ്ട, ഈ പടയിൽ പൊരുതേണ്ട ആവശ്യം നിനക്കില്ല, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. Hallelujah. Hold on to that word. ഇന്ന് പകൽക്കാലം നിങ്ങൾ കേട്ടതായ ആ സന്ദേശത്തെ നിങ്ങളൊന്ന് മുറുകെ പിടിക്കണം. അത് നിങ്ങൾക്കുള്ളതാണെന്ന് പറയണം. And then pray over your problem saying, my God is going to fight this problem that is in front of me. ഇന്ന് പകൽ ഈ വചനത്തെ നിങ്ങൾ മുറുകെ പിടിച്ചിട്ട് പറയണം, ഇത് എനിക്കുള്ള സന്ദേശമാണ്, എന്റെ പ്രശ്നത്തെ പരിഹരിക്കുവാൻ എന്റെ ദൈവം വലിയവനാണ്. Hallelujah. So let's just spend some time in prayer about the problem that you have in your life. അതുകൊണ്ട് പ്രിയരെ, ഇന്ന് പകൽക്കാലം നിന്റെ പ്രശ്നം, ആ പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്ന ജീവിതങ്ങൾ, നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് അല്പം മാറിയിരുന്ന് ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും സമയം നിങ്ങൾ കണ്ടെത്തണം. ക്രിസ്തു മാധുര്യവാൻ രുചിച്ചു നോക്കി ഞാൻ Lord of the past. കഴിഞ്ഞ കാലങ്ങളിൽ യേശു, ഇന്നത്തെയും യേശു തന്നെയാണ്. പർവ്വതങ്ങളിൽ നാം ആയിരുന്നപ്പോൾ കൂടെ നിന്ന അതേ യേശു ഈ താഴ്വരയിൽ നമ്മോട് കൂടെ നിൽക്കുന്ന യേശു, ഉയർച്ചയിൽ നമ്മോട് കൂടെ നിന്ന അതേ യേശു ഈ താഴ്ചയിൽ നമ്മോട് കൂടെ നിൽക്കുന്ന, നമ്മുടെ സന്തോഷവേളയിൽ നമ്മോട് കൂടെ നിന്ന അതേ യേശു നമ്മുടെ സന്താപവേളയിൽ ഈ യേശു നമ്മോടുകൂടെ നിൽക്കുന്ന ദൈവം. ജഹസിയേലിനെ ഒരു പ്രതീക്ഷയുമില്ലാതിരുന്ന ഒരു സ്ഥലത്തു നിന്ന് യേശുവിന്റെ ആത്മാവ് അന്ന് എഴുന്നേൽപ്പിച്ചെങ്കിൽ ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു, ഈ ദൈവത്തിന്റെ വചനത്തിലൂടെ ജീവിതങ്ങളെ കർത്താവ് എഴുന്നേൽപ്പിക്കുക. ആ കുടുംബത്തിലെ ജഹസിയേൽ താങ്കളാണ്. ഈ പകൽ പറ, ഞാൻ എന്റെ കുടുംബത്തിലെ ജഹസിയേൽ, ഐ ആം ഗോയിങ് ടു ക്യാരി ദ പ്രസൻസ് ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ്. ദൈവത്തിന്റെ ആത്മാവിനാൽ ഞാൻ നിറയപ്പെടാൻ പോകുക. എന്റെ ഭവനം മുഴുവൻ മാറി മറിയുന്ന ഒരു അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിക്കാൻ ഞാൻ അനുവദിച്ചു കൊടുക്കാൻ പോകുക. ആ വ്യക്തിയാണ് താങ്കളെങ്കിൽ അവിടെ ചാടി എഴുന്നേറ്റാട് രുചിച്ചു നോക്കി കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു എന്നും മാധുര്യവാൻ. രുചിച്ചു നോക്കി യേശുവിൻ കൃപകളെ. ജീവനൻ പേർക്കായി തന്നതിനാൽ നീ എന്റെ സർവവും എല്ലാറ്റിനും തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാൻ. ഈ പകൽ യേശുവേ, ജഹസ്യലിനെ പോലെ അങ്ങയുടെ ആത്മാവ് ഇറങ്ങി വസിക്കുന്ന ഒരു ജീവിതമാക്കി എന്നെ തീർക്കണമേ. എൻ്റെ ഭവനത്തെ അങ്ങനെ ഒരു ഭവനമാക്കി മാറ്റണം. എൻ്റെ ജോലിയിൽ യേശുവിൻ്റെ ആത്മാവ് ഇറങ്ങി വസിക്കണം. എൻ്റെ മക്കളിൽ യേശുവിൻ്റെ ആത്മാവ് ഇറങ്ങി വസിക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും യേശുവിൻ്റെ ആത്മാവ് ഇറങ്ങി വസിക്കണം. അത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഈ ആഴ്ചയുടെ അവസാന പ്രവൃത്തി ദിവസത്തിൽ, ഈ മാസത്തിന്റെ 2ാമത്തെ ശനിയാഴ്ചയിൽ തത്സമയം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആരാധനയിലൂടെ, പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് താങ്കളോട് സംസാരിച്ചത് താങ്കൾ ഗ്രഹിച്ചുവെങ്കിൽ ആ കരങ്ങളെ ഉയർത്തി ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ സ്ക്രീനിലേക്ക് വന്ന് സ്പർശിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 2 കരങ്ങളും ഉയർത്തുമ്പോൾ, സ്വർഗീയ നല്ല പിതാവേ, നിനക്ക് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുമ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഇപ്പോൾ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് പകൽ ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന, ഞങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളെ നടപ്പിൽ വരുത്തുന്ന ആ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽ ഓരോ കുടുംബങ്ങളെയും ഏൽപ്പിക്കുമ്പോൾ അങ്ങയുടെ ആത്മാവിന്റെ ശക്തിയാൽ, അങ്ങയുടെ ആത്മാവിന്റെ നിറവിനാൽ ഇന്ന് പകൽ ഓരോരുത്തരും നിറയപ്പെടട്ടെ കർത്താവേ. ഓരോ വിഷയത്തിന്റെ മേല്, ഓരോ പ്രശ്നങ്ങളുടെ മേല് ഇന്ന് പകൽ എഴുന്നേറ്റ് നിൽക്കുന്ന ദൈവശക്തി ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവേ, നിന്റെ കൃപ വ്യാപരിക്കട്ടെ, ആത്മശക്തി വ്യാപരിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.
Hallelujah. So I want to talk more about what this king did in history. The only king who's did something different in history. I want to talk a little bit more about that. ഇന്ന് പകൽക്കാലം ഈ രാജാവ് ചെയ്തതായ കാര്യങ്ങൾ ചരിത്രത്തിൽ പോലും അത് ഇടം പിടിക്കത്തക്ക രീതിയിൽ വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. You see, you and I will get a word, but God is a God who loves people who have obedience to the word. പലപ്പോഴും ഞാനും നിങ്ങളും അതെ ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരാണ്. എന്നാൽ ആ കേൾക്കുന്ന വചനത്തെ അനുസരിക്കുന്നതായ ഒരു തലമുറയെ, ഒരു വ്യക്തിയെയാണ് കർത്താവ് സ്നേഹിക്കുന്നത്. Pastor James and Mr. John K. John, we have the facility of speaking to someone whom they see on the screen. നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയോട് സംസാരിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ശുശ്രൂഷയിലുണ്ട്. ആ മെസ്സേജ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ തന്നെ ഇപ്പോൾ വന്നൊരു ടെലിഫോൺ എടുക്കട്ടെ. ഹലോ ഹലോ ഹലോ, പാസ്റ്ററിന്റെ പേര് സുജാതയാണ്. ആ കല്ലാണ് വിളിക്കുന്നത്. ആ എന്റെ 26 വയസ്സായി. ആ കഴിഞ്ഞ വർഷം എനിക്ക് ആ അസുഖം കൊണ്ടിരുന്നു. ആ അതിന് ട്രീറ്റ്മെന്റ് നടത്തിയിരുന്നു. അവിടെ അപ്പോഴേ 20 കല്ലുണ്ടെന്ന ഓപ്പറേഷന് വേണ്ടി. ഓക്കെ, എന്താണെന്ന് എനിക്ക് എല്ലാം വ്യക്തമല്ല. എന്തോ ഒരു ഓപ്പറേഷൻ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടിരുന്നപ്പോ ഞാൻ എനിക്ക് പിന്നെ ഡോക്ടർമാര് ഇതുപോലെ എനിക്ക് ഷുഗർ കൂടി ഞാൻ ഡോക്ടർമാര് റിക്വസ്റ്റ് ചെയ്തത് പിന്നെ ഈ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഞാൻ കൊച്ചു മരിച്ചു പോകും. അതുകൊണ്ട് അബോർഷൻ. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. എന്താണെങ്കിലും ഒരു വിഷമത്തിലൂടെ കടന്നു പോവുക. ഞങ്ങൾക്ക് സിഗ്നൽ അവരുടെ സംസാരം വളരെ വ്യക്തമാകുന്നില്ല. നമ്പർ ഞങ്ങളുടെ പക്കലുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും തിരിച്ചു വിളിച്ച് ഞങ്ങൾ സംസാരിച്ചുകൊള്ളാം, പ്രാർത്ഥിച്ചുകൊള്ളാം. സഹോദരങ്ങളെ, പ്രൈം കേരളയിലെ ലോകരാജ്യങ്ങൾ അനേകർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ തന്നെ താങ്കൾക്കുള്ള പ്രാർത്ഥന വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു പറയാം. ദൈവജനം ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കും. 24 മണിക്കൂറും താങ്കളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം താങ്കൾക്ക് ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. നമ്മൾ ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് കടന്നു പോകാൻ പോകുക. അതിന് തൊട്ട് മുമ്പായി നമുക്ക് ഒന്നിച്ച് ആ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നതെല്ലാം നിജസ്ഥിതിയെക്കുറിച്ചുള്ള വിലയിരുത്തലുകളാണ്. എന്നാൽ അവിടേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന യേശുവിൻ്റെ കരം. യേശുവേ, ഇപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ വിലപ്പെട്ട ജീവിതം, ഇതുപോലെ വിഷമിക്കുന്ന മറ്റ് ജീവിതങ്ങൾ അവരുടെ മേൽ അങ്ങയുടെ കരം നീട്ടും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ കരം അവർക്ക് വേണ്ടി നീട്ടിയാട്ട്. അവരുടെ മരണം മാറട്ടെ, അവരുടെ കെടുതികൾ മാറട്ടെ. അവരുടെ മേൽ ഉള്ള അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന എല്ലാ വാക്കുകളെയും യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽ ഞങ്ങൾ നിഷ്ഫലമാക്കുന്നു. യേശുവിൻ്റെ മഹത്വത്താൽ അവിടുന്ന് അവരെ നിറച്ചാട്ട്. യേശുവിൻ നാമത്തിൽ പിതാവേ. So I was talking to you about how God loves people who are obedient more than anything else. ഇന്ന് പകൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം തൻ്റെ വചനത്തോട് അനുസരണം കാട്ടുന്നതായ ആ തൻ്റെ മക്കളോട് അവൻ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ്. So King Jehoshaphat, after he got the word from the prophet, does something beautiful as in told in verse number 20. 20ാമത്തെ വാക്യത്തിൽ ഈ യഹസ്യേൽ എന്നതായ പ്രവാചകനിൽ കൂടെ കേട്ടതായ ആ വചനത്തോട് എപ്രകാരമാണ് യഹൂദ രാജാവായ ഈ യഹോശഫത്ത് പെരുമാറിയതെന്ന് നമുക്ക് ചിന്തിപ്പാൻ കഴിയും. And so the Bible says, and they rose early in the morning and went forth into the wilderness of Tekoa. 20ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പിന്നെ അവർ അധികാലത്ത് എഴുന്നേറ്റ് തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. And Jehoshaphat looks to the people of Judah and says, believe in the Lord your God, so shall ye be established. Believe in his prophets, so shall ye prosper. അവർ പുറപ്പെട്ടപ്പോൾ യഹോശഫാത്ത് നിന്നുകൊണ്ട്, യഹൂദ്യരും യെരൂശലേം നിവാസികളുമായുള്ളവരെ, എന്റെ വാക്ക് കേൾക്കൂ. നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിക്കുവിൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അവന്റെ പ്രവാചകന്മാരെയും വിശ്വസിക്കുവിൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരായി തീരും, അല്ലെങ്കിൽ വിജയം വരിക്കുമെന്ന് പറഞ്ഞു. Hallelujah. So when you get a word from God, hold on to that word, because it's come from the Almighty God and he will fulfill it no matter the time it takes. ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞതായ ആ ദൈവത്തിന്റെ വചനം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നും ഒരു വചനം ലഭിച്ചാൽ
ആകയാൽ ആ വചനത്തെ നിങ്ങൾ നിസ്സാരമായി കരുതരുത്, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. കാരണം ആ വചനം വന്നത് സർവശക്തനായ ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ്. Yes, and then Jehoshaphat does something which only one king in the Bible and in the entire history has done, and I want to talk to you about that. ഇന്ന് പകൽക്കാലം യഹോശാഫാത്ത് ചെയ്തതായ ഈ കാര്യം ലോക ചരിത്രത്തിൽ ഒരേ ഒരു രാജാവും അല്ലെങ്കിൽ ദൈവത്തിന്റെ മുഴുവൻ സൃഷ്ടിയിലും പെട്ട ഒരേ ഒരു വ്യക്തി ചെയ്തതായ കാര്യമാണ് ഈ യഹോശാഫാത്ത് ചെയ്തത്. Look at verse number 21. It says, and when he had consulted with the people, he appointed singers unto the Lord, that they should praise the beauty of his holiness as they went before the army. 21ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചു നോക്കിക്കേ. പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധാലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിക്കുവീൻ, അവന്റെ ദയ എന്നേക്കും ഉള്ളതല്ലോ എന്ന് പാടുവാനും അതെ അവൻ പാട്ടുകാരെ അല്ലെങ്കിൽ സംഗീതക്കാരെ നിയമിച്ചു. Hallelujah. Have you read your history? Have you read anywhere in history where a king appoints a band of singers to go before the army? I have never read it. Have you read that? ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, പാറ്റൻ ടാങ്കും മിസൈലും അങ്ങനെ വലിയ യുദ്ധോപകരണങ്ങളുമായിട്ട് വരുന്ന ഒരു വലിയ സൈന്യത്തിന്റെ നേരെ പാട്ടും പാടിക്കൊണ്ട് ചെന്ന ഏതെങ്കിലും ഒരു രാജാവിനെ ലോക ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? If you go through the pages of history, you will never find any king, be it Alexander the Great or other great kings in the world. Nobody has ever sent an army or musicians before the army. ലോക ചരിത്രത്തിന്റെ താളുകൾ നിങ്ങൾ വായിച്ചു നോക്കിക്കോ. മഹാനായ അലക്സാണ്ടറും മുസോളിനിയും അങ്ങനെയുള്ള നിരവധി രാജാക്കന്മാർ, പട നയിച്ച രാജാക്കന്മാര് ഇന്നുവരെ അവരുടെ ശത്രുവിനെതിരായിട്ട് പാട്ടും പാടിക്കൊണ്ട് സംഗീതം പാടിക്കൊണ്ട് നടന്ന ഏതെങ്കിലും ഒരു ചരിത്രം നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടോ? But Jehoshaphat wanted to be obedient to his king. He wanted to obey what he heard from the Lord God of heaven. പക്ഷേ മഹാരാജാവായ അവൻ ദൈവത്തിന്റെ വചനങ്ങളെ കേൾക്കുവാൻ യഹൂദ രാജാവായ യഹോശാഫാത്ത് അപ്പാടെ അനുസരിച്ചപ്പോൾ അവൻ ചെയ്തത് എന്താണെന്നാണ് നമ്മൾ 21ാം വാക്യത്തിൽ വായിച്ചത്. Because the word that he got was, this battle is not your battle, this battle belongs to God. കാരണം യഹോശാഫാത്തിന് ലഭിച്ച ദൈവത്തിന്റെ ആലോചന എന്താണെന്നറിയാമോ? യഹോശാഫാത്തേ, ഇത് നിന്റെ യുദ്ധമല്ലടാ, ഇത് എന്റെ യുദ്ധമാ. ഞാൻ ഈ പടയിൽ പൊരുതും, നിനക്ക് ഇതിനകത്ത് പൊരുതേണ്ട ആവശ്യമില്ല. So as the singers go ahead of the army, they just do one thing. They just sing a song and says, praise you Lord, we want to worship you, hallelujah. They sing praises to God and that's all. യഹോശാഫാത്തിന്റെ അതേ ഈ സൈന്യത്തിലുള്ള ആളുകൾ സംഗീതക്കാര് ഒറ്റ കാര്യം ചെയ്തുള്ളൂ. ശത്രു കടന്നു വരുമ്പോൾ അവര് പാടി, യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന് ഹല്ലേലൂയ പാടി അവന്റെ സൈന്യം പോകുകയാണ്. I want you to understand the power of praise and worship. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിതത്തിൽ സ്തുതിയുടെയും ആരാധനയുടെയും സ്ഥാനം എത്ര വലിയതാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. When we sing a song, we are not just singing a song for nothing. ആമേൻ. പലപ്പോഴും നമ്മൾ പാട്ട് പാടുമ്പോൾ വെറുതെ അങ്ങ് പാടുകയാണ്. We are not singing and there's nothing happening. No, when you sing, something happens in the supernatural. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഇങ്ങനെ സ്തുതി പാടുമ്പോൾ, നമ്മൾ പാട്ട് പാടുമ്പോൾ ഒന്നും നടക്കുന്നില്ലെന്ന്. അല്ല, നീ പാട്ട് പാടുമ്പോൾ ആത്മീയ മണ്ഡലത്തിൽ ചിലത് സംഭവിക്കുകയാണ്. You may not be able to see it, you may not be able to feel it, but when you worship God and seek his face, something happens in the supernatural. കർത്താവിന്റെ പൈതലേ, ഇന്ന് പകൽക്കാലം നിനക്ക് കാണാനോ നിനക്ക് അനുഭവിപ്പാനോ കഴിയുന്നില്ലെങ്കിലും ഇന്ന് പകൽ നീ സർവശക്തനായ ദൈവത്തിന് പാട്ടുപാടുമ്പോൾ ആത്മീയ മണ്ഡലത്തിൽ ചിലത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. So when you're down and deep in despair and your trouble is like a mountain, I want you to encourage yourself to praise and worship and the Lord that you worship and gain him attention. ഈ പകൽ ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ വിളിച്ചു പറയാ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ മഹാപർവ്വതം പോലെ നിൽക്കുന്ന സമയം നിനക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ലെങ്കിലും ഈ പകൽ സർവേശ്വരനെ നീ പാടി സ്തുതിക്കുവാൻ തയ്യാറായാൽ നിന്റെ സ്തുതിയുടെയും ആരാധനയുടെയും അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി ആത്മീക മണ്ഡലത്തിൽ ചിലതിനെയൊക്കെ ഉടയ്ക്കുവാനിടയാകും. Hallelujah. Yes. Mr. John, yesterday's message and day before yesterday's message was the same thing. Hallelujah. Because Daniel came from the tribe Judah. Oh yes. Yes. That's right. നമുക്കറിയാം കഴിഞ്ഞ
2 ദിവസങ്ങളിലും അതെ ഇവിടെ സംസാരിച്ചു കൊണ്ടിരുന്ന ദൈവത്തിന്റെ ആലോചന ഇതുമായിട്ട് ഒത്തുനോക്കുമ്പോൾ വളരെ സാമ്യം തോന്നുന്നു. കാരണം ഈ ദാനിയേല് വലിയ പ്രശ്നം അഭിമുഖീകരിച്ചപ്പോൾ അവൻ സാധാരണ ഒരു കുടുംബത്തിൽ നിന്നല്ല, സ്തുതിയുടെ കുടുംബത്തിൽ നിന്ന്, യഹൂദ കുടുംബത്തിൽ നിന്നാണ് വന്നത്. Praise and worship paves the way for God's presence to descend upon people and over the situation. നമുക്കറിയാമോ, അതെ നിങ്ങൾക്കറിയാമോ, ഈ സ്തുതിയും ആരാധനയൊക്കെ നടക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും വരുന്നതായ വലിയൊരു ആത്മ സാന്നിധ്യം നിന്റെ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് വസിക്കുകയാണ്. Let's pray together. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തുതിയുടെയോ ആരാധനയുടെയോ ഉയർന്നൊരു മണ്ഡലത്തിലേക്ക് ഈ പകൽ ഈ പകൽ 2 കരങ്ങളും ഉയർത്തി അത്യുച്ചത്തിൽ പാട്. 2 കരങ്ങൾ പാടും ഞാൻ യേശുവേ അങ്ങെത്രയോ. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. പാടും അനുമുമ്പായി ഇപ്പോൾ വന്നിരിക്കുന്ന വിടുന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ്. പ്രഭാവതി അറിയിച്ചിരിക്കുന്നത്, പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥന മുഖാന്തരം മിലിറ്ററിയിൽ ജോലി ലഭിച്ചു എന്ന് അറിയിച്ചിരിക്കുന്നു. ബിജി എബ്രഹാം തിരുവല്ല എന്ന് അറിയിച്ചിരിക്കുന്നു. പ്രിയങ്കയായി പ്രാർത്ഥിച്ചു, അവർക്ക് 2ാമതൊരു പൈതലിനെ കർത്താവ് നൽകി കൊടുത്തു. പ്രാർത്ഥിച്ച എല്ലാവർക്കും ആ കുടുംബം നന്ദി അറിയിച്ചിരിക്കുമ്പോൾ ട്രീസ കോഴിക്കോട് നിന്ന് അറിയിച്ചിരിക്കുന്ന മകൻ്റെ എക്സാം റിസൾട്ട് വരേണ്ടതിന് വേണ്ടി പ്രിയങ്കയായി ചേർന്ന് പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നു, നല്ല മാർക്കോടുകൂടെ മകൻ MD പാസ്സായി എന്ന് ആ മാതാവ് നമ്മളെ അറിയിച്ചിരിക്കുന്നു. കുറച്ച് സ്വർണം പണയം വെച്ചത് അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് വരെ ചിന്തിച്ചത്, പക്ഷേ പ്രിയങ്കയായി ചേർന്ന് പ്രാർത്ഥിച്ചു നഷ്ടപ്പെട്ടു പോകാതെ അത് തിരിച്ചെടുക്കുവാൻ തക്കണം. ദൈവം അവരെ സഹായിച്ചു. അനേകരെ വിടുന്ന റിപ്പോർട്ട് ഈ സമയത്ത് വരുമ്പോൾ നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ആരാധനയുടെയും സ്തുതിയുടെയും നിമിഷത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് അത്ഭുതകരമായിട്ട് മറുപടി നൽകുന്നു. ഒന്നിച്ച് ആ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കും. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഇപ്പോൾ ആരാധനയുടെ പ്രാർത്ഥനയുടെയും നിമിഷത്തിൽ ഞങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഞങ്ങൾ ആരാധന പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ വിളിച്ചു വരുന്ന വിഷയത്തിന്മേൽ അങ്ങയുടെ അത്ഭുതകരമായ മറുപടി വിടുതലും അങ്ങ് അയക്കുന്നതിനാണ് നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. My soul, my Savior God, to thee, how great thou art, how great thou art. Then sings my soul, my Savior God, to thee, how great thou art, how great thou art. So I was talking to you about how King Jehoshaphat sent his musicians ahead of his army to fight this battle. പ്രിയരെ, ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നതായ ദൈവത്തിന്റെ വചനം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഈ വലിയ സൈന്യത്തിന്റെ മുമ്പിൽ അത് കടന്നു പോയതായ യഹോശഫാത്ത് അവൻ മറ്റൊന്നും ചെയ്തില്ല. അവൻ ചെയ്തത് പാട്ടുപാടുവാൻ സംഗീതക്കാരെ നിയമിച്ചുകൊണ്ട് സ്തുതി അർപ്പിച്ചുകൊണ്ട് അവൻ മുമ്പേ കടന്നുപോയി. And so the Bible says in verse number 22, and when they began to sing and praise the Lord set ambushments against the children of Ammon, Moab and Mount Seir, which came against Judah, and they were smitten. എന്നാൽ 22ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി കടന്നു വന്ന അമോന്യരുടെയും മോവാബിരുടെയും കിഴക്കുദേശക്കാരുടെയും ഒരു വലിയ സൈന്യത്തിനെതിരായിട്ട് ആമേൻ അവൻ പതിയിരിപ്പുകാരെ വരുത്തി. Hallelujah. So that may be the situation that you are going through. Armies against you, mountains in front of you. You don't know what to do, but you're praying, God, my eyes are upon you. And when you pray and worship and praise God, God is going to set ambushments against your enemies. ഈ പകൽ ജീവിതത്തിന്റെ നീറുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന വ്യക്തികളോട് ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, ഈ വചനം നിങ്ങൾക്കുള്ള വചനമാണ്. നിന്റെ മുമ്പിൽ നിൽക്കുന്നത് മലകളായിരിക്കാം. നീ ഭാരപ്പെടേണ്ട, നീ നിരാശപ്പെടേണ്ട. ഇന്ന് പകൽക്കാലം നിനക്കൊന്നും ചെയ്യുവാൻ കഴിയാതെ നീ അശക്തയായിരിക്കുമ്പോൾ ഈ പകൽ ദൈവത്തിന്റെ നാമത്തിനെ പാടി സ്തുതിച്ചു കൊള്ളുക. ആമേൻ. സ്തുതിയുടെ മേൽ ആരാധനയുടെ മേൽ അവൻ വ്യാപരിക്കുന്ന വലിയ ശക്തി ഇന്ന് പകൽ നിന്റെ മേലും വ്യാപരിക്കുക. Hallelujah. That's the God that you and I worship. The God who fights your battles and my battles. ഇന്ന് പകൽ നാം ആരാധിക്കുന്ന ദൈവം ആരാണെന്നറിയാമോ? അവൻ നിന്റെ പ്രശ്നത്തിൽ നിന്നെ കൈവിടുന്നവനല്ല. നിനക്ക് വേണ്ടി അവൻ യുദ്ധം ചെയ്യുന്ന ഒരു നല്ല യുദ്ധ വീരനാണ് അവൻ.
And as you fast and pray and worship God, may God answer your prayer for every trouble that you're going in your life. കർത്താവിന്റെ പൈതലെ, ഇന്ന് പകൽക്കാലം നീ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, നീ വലിയ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോൾ, നീ നിരാശപ്പെടാതെ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ പ്രാർത്ഥനയുടെ മേൽ, നിന്റെ ഉപവാസത്തിന്റെ മേൽ ദൈവത്തിന്റെ വൻ കൃപ ചൊരിയട്ടെ എന്ന് ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുന്നു. Thank you, Brother John, for the profound word that the Lord has given in your heart, and I'm sure the Spirit of the Lord has touched several thousands of people all over the globe. നിശ്ചയമായിട്ടും സഹോദരൻ ജോണിൽ കൂടെ ഇന്ന് പകൽക്കാലം നമുക്ക് ലഭിക്കപ്പെട്ടതായ ദൈവത്തിന്റെ ആലോചന, ഈ സന്ദേശം അനേക ജീവിതങ്ങളെ സ്പർശിച്ചുവെന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നു. So let's recap it as the focus was seek the face of the Lord at all times. That's right. Seek the face of God. നമുക്ക് ഇന്ന് പകൽക്കാലം കേട്ട സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. അതിന്റെ യഥാർത്ഥമായ ആ ലക്ഷ്യം ഇതാണ്: ഏത് സാഹചര്യത്തിലും എല്ലാ സമയത്തും ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചു. Our situations might be beyond our control, but seek the face of the Lord at all times. ഒരുപക്ഷെങ്കിൽ നമ്മുടെ നിയന്ത്രണത്തിനും അപ്പുറത്തുള്ളതായ പ്രശ്നമായിരിക്കാം നമ്മൾ അതെ അനുഭവിക്കുന്നത്. കുഴപ്പമില്ല, അപ്പോഴും നീ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചു. Spirit of fear and intimidation can come and pressurize us, but still look to the face of Jesus. ഭയത്തിന്റെയും ഭീതിപ്പെടുത്തുന്ന ഭീരുത്വത്തിന്റെയും ആത്മാവ് നമ്മെ ഒരുപക്ഷെ കടന്നു പിടിക്കാം. ഇന്ന് പകൽക്കാലം നീ നിരാശപ്പെടേണ്ട. അങ്ങനെ ഒരു പരിസ്ഥിതി വരുമ്പോഴും അവന്റെ മുഖം അന്വേഷിച്ച് വിടുതൽ പ്രാപിച്ചുകൊള്ളുക. In short, whether on earth or in heaven, the same place to look upon, and that is the face of Jesus. ഇന്ന് പകൽക്കാലം നമ്മൾ എവിടെ ആയിരുന്നാലും, ഇനി ഭൂമിയിലാണെങ്കിലും സ്വർഗത്തിലാണെങ്കിലും, നമുക്ക് അന്വേഷിക്കാൻ നോക്കാൻ ഒറ്റ മുഖമേ ഉള്ളൂ. ആ മുഖം നമ്മൾ സേവിക്കുന്ന സർവവല്ലഭനായ യേശുവിന്റെ മുഖമത്രേ. I really appreciate you for bringing the word in such a precise and clear way to the people of God. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ദാസനിൽ കൂടെ കേൾക്കപ്പെട്ട ആ ദൈവത്തിന്റെ വചനത്തെ ഓർത്ത് ഞാൻ അഭിനന്ദിക്കുന്നു. ഇന്ന് പകൽ അനേകർക്ക് ഇത് ആശ്വാസമായി വിടുതലായി തീർന്നുവെന്ന് വിശ്വസിക്കുന്നു. And the Lord said to Jehoshaphat, do not fear. And the same Jesus is yesterday, today, and forevermore, and still speaks to each of us. Praise God. Fear not, Jesus is with us. യഹോശഫാത്തിനോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ അതേ യേശു കർത്താവ്, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അവൻ ഒരു മാറ്റവും വന്നിട്ടില്ല, വരികയുമില്ല. അവൻ ഇന്ന് പകൽക്കാലം നിന്നോട് പറയുന്നു, കുഞ്ഞെ നീ ഭയപ്പെടണ്ട. Let's lift our hands to the Lord in prayer. ഇന്ന് പകൽ നമുക്ക് കരങ്ങൾ ഉയർത്തി ചേർന്ന് ദൈവത്തിന് സ്തോത്രം പാടാം. You might be going through situations which is pressurizing you. ഇന്ന് പകൽക്കാലം നിന്നെ ആകെ സമ്മർദ്ദത്തിലാക്കുന്ന പ്രശ്നങ്ങളാൽ വലയുന്ന ജീവിതത്തോട് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുക. Tell Jesus, here I am coming to you, Lord. കർത്താവിനോട് പറ, യേശുവേ, അടിയനിതാ ഞാൻ നിന്റെ അടുക്കലേക്ക് വരുന്നു. Here I am, Lord, coming to you. അടിയൻ നിന്റെ അരികിലേക്ക് വരികയാണ് യേശുവേ. I am going through a fearful situation. ഞാൻ ശരിക്കും ഭയപ്പെടുന്ന ഒരു സ്ഥിതി വിശേഷത്തിലൂടെയാണ് അപ്പാ ഞാൻ കടന്നു പോകുന്നത്. Lord, almost I lost the hope. എന്റെ ജീവിതം മുഴുവനും ഏകദേശം അവസാനിക്കുന്ന ഒരവസ്ഥയിലാണ്. But I heard that you have raised Jehoshaphat. എന്നാൽ ഇന്ന് പകൽ ഞാൻ സന്ദേശം കേട്ടു. യഹോശഫാത്തിനെ അങ്ങനെയുള്ള ഭയത്തിന്റെ സ്ഥിതിയിൽ നീ സഹായിച്ചു. And you fought the battle of Jehoshaphat. യഹോശഫാത്തിൻ്റെതല്ല അവൻ അത് ചെയ്ത യുദ്ധം, അത് അങ്ങയുടേതാണെന്ന് ഞങ്ങൾ കേട്ടു. And you are more than able to do the same or more for my life. യഹോശഫാത്തിന് വേണ്ടി യുദ്ധം ചെയ്ത യേശുവേ, ഇന്ന് പകൽക്കാലം എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി അങ്ങ് ആ യുദ്ധം ചെയ്യുമെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. Before we pray, let me take a telephone. ഇന്ന് ഒരു ടെലിഫോൺ എടുത്തോട്ടെ. ഹലോ. ഹലോ. പറഞ്ഞാട്ട്. ഹലോ. പറഞ്ഞാട്ട്.
ഞാൻ ചേർത്തല താലൂക്കിൽ നിന്നുള്ള ഇരവല്ലൂരിൽ നിന്നുള്ള സേവ്യറാണ് ആ വിളിക്കാൻ പറയുന്നത്. 71 വയസ്സുള്ള ആളാണ്. ഞാൻ എറണാകുളത്ത് വന്ന് കഴിഞ്ഞ ഫെബ്രുവരി 25-ാം തീയതി പാസ്റ്ററെ കണ്ട് പ്രാർത്ഥിച്ചിട്ടുള്ളൂ ആളാണ്. നടുവിൻ ഡിസ്കിന് തകരാറും കാലിന്റെ മരവിപ്പൊക്കെ ആയിട്ട് വന്നിട്ടുള്ള. അതിനുശേഷം ഞാൻ നടന്നൊക്കെ വരുന്നതാണ്. ഇപ്പൊ 2-3 ആഴ്ചയായിട്ട് മഴക്കാലമായപ്പോഴത്തേക്കും അവിടുന്ന് കിടന്നു പോയി വളരെ ഒരു ചൂട് പോലും നടക്കാൻ വരാത്ത രീതിയിൽ കാലിന് തളർച്ചയായിരുന്നു. വേദനയും നടുവിന് വേദനയൊക്കെ ആയിട്ട് ഞാൻ നാളെ പോയി ആശുപത്രി അഡ്മിറ്റ് ചെയ്യാന്ന് കരുതിയിരിക്കുമ്പോഴേ ഇന്നലെ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ഞാൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞ് അവിടെ നിന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ വളരെ ആശ്വാസമുണ്ട്. ഇന്നലെ രാത്രി മുതൽ വളരെ സുഖത്തിന് ഇപ്പൊ ഇവിടെ നടക്കാൻ ഒരു പ്രയാസവും ഇല്ലാതെ ഞാൻ നടക്കുന്നുണ്ട്. യേശുവേ സ്തോത്രം. 71 വയസ്സുള്ള ഒരു പ്രിയ പിതാവ്, ഒരു ചേട്ടനെ നമ്മെ വിളിച്ചു പറഞ്ഞത് നാളെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആകാനിരുന്ന ആളാണ് ഇപ്പോൾ പറയുന്നത് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നു, പൂർണ്ണ ബലത്തെ കർത്താവ് നൽകുന്നു. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ പിതാവിന് വേണ്ടി യേശു ഇത് ചെയ്തു എങ്കിൽ നമുക്ക് വേണ്ടി ഏത് വിഷയത്തിനാണ് കർത്താവ് പ്രവർത്തിക്കാൻ പറ്റാത്തത്? നമ്മളൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. കർത്താവേ, താഴ്വരയിലൂടെ പോകുന്നവർ, ഉയർച്ചയിലൂടെ പോകുന്നവർ, നമുക്കൊന്നിച്ച് കരങ്ങളെ ഉയർത്തി പറയാം, ഞാൻ തിരുമുഖത്ത് നോക്കുന്നു. ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ നല്ല പിതാവേ, നിനക്ക് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുമ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളെ ഞങ്ങൾ ഒരിക്കൽ കൂടി അനുഗ്രഹിക്കുമ്പോൾ കർത്താവെ, പ്രാർത്ഥനയുടെയും ആരാധനയുടെയും നടുവിൽ ഇറങ്ങി വരുന്ന ദൈവശക്തിക്കായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ, അത് കുടുംബങ്ങളിലേക്ക് ഇന്ന് പകൽ പകരുന്നതിനായി, വ്യക്തികളെ അവിടെ നിന്ന് ഉറപ്പിക്കുന്നതിനായി, ബലപ്പെടുത്തുന്നതിനായി, ശക്തിപ്പെടുത്തുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ, മഹത്വത്തിനായിട്ട് നീ സകലതും ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞാനിപ്പോൾ നമ്മൾ ടെലിഫോൺ ലൈനിൽ പോയിട്ട് വന്ന് നമ്മുടെ സ്ക്രീനിൽ തന്നെ 10 നമ്പറുകളും വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ അനേകം കോളുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു. 565656 എന്ന ലാൻഡ് ഫോണിലെ നമ്പർ വന്ന് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും അനേകർ ഈ സമയത്ത് തന്നെ നമ്മളോട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ വന്ന വിഷയം, അതുപോലെ നമ്മുടെ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഈ 3 ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഈ നമ്മുടെ മുമ്പാകെ ഇരിക്കുന്നത് 3 ദിവസങ്ങൾ കൊണ്ട് വന്ന ഈ വിവരങ്ങൾ, ഇത്രയും വ്യക്തികളുടെ വിവരങ്ങൾ ഞങ്ങൾക്ക് എഴുതിയെടുക്കാൻ സാധിച്ചു. നമ്മൾ എഴുതിയെടുത്തപ്പോൾ ആളിന്റെ പേരുണ്ട്, ഫോൺ നമ്പറുണ്ട്, ഏത് സ്ഥലക്കാരാണ്, രാജ്യക്കാരാണ്, ചിലർക്ക് ഇമെയിൽ അഡ്രസ് ഉണ്ട്. മാത്രമല്ല ഏത് ഫോണിലാണ് ഇത് വന്നിരിക്കുന്നത്, വിളിച്ചു പറഞ്ഞത്, ഇവിടെ അറ്റൻഡ് ചെയ്തത് ആരാ, വന്ന സമയം, ഡേറ്റ് മുഴുവൻ. എന്താ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ കാരണം? യേശുവിന്റെ സന്നിധിയിലും നാം ഓരോരുത്തരെ കുറിച്ചും തന്റെ സൃഷ്ടിയെക്കുറിച്ച് പൂർണ്ണവും സൂക്ഷ്മവുമായ വിവരങ്ങൾ മുഴുവനുണ്ട്. മാത്രമല്ല പ്രേമിക്കാനുള്ള ശുശ്രൂഷ കർത്താവ് നമ്മോട് പറഞ്ഞു, വിവരങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. അനുഭവത്തിൽ പറയട്ടെ, എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മറുപടി വളരെ വലുത്. ഇന്ന് ഉപവാസ പ്രാർത്ഥനയിൽ ഇന്ന് കേട്ട ആ ആലോചന എൻ്റെ ജീവിതത്തിന്റെ ഒരു വലിയ വിടുതലിന് വേണ്ടി നയിക്കുന്ന ഒരു ആലോചനയാണ് ഞാൻ ലഭിച്ചത്. നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങൾ ഓരോന്നിനും ഞങ്ങൾ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കും. അത്ഭുതകരമായ മറുപടി. ചിലർ ചിന്തിക്കുന്നു ഇപ്പോൾ മാത്രമേ വിളിക്കാൻ പറ്റത്തുള്ളൂ. അല്ല, സ്ക്രീൻ കാണുന്ന നമ്പർ ഇപ്പോൾ തന്നെ എഴുതി വെക്കുക. പിന്നീട് എപ്പോൾ വേണമെങ്കിലും താങ്കൾക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കാം. ദൈവജനം പ്രാർത്ഥിക്കും. യേശു അത്ഭുതകരമായ വിടുതൽ നൽകി തരും. നമുക്കൊന്നിച്ച് കരങ്ങൾ ഇതിന് മേൽ വയ്ക്കുമ്പോൾ താങ്കളുടെ സ്ക്രീനിൽ അത് ലഭ്യമാണ്. ഓടി എഴുന്നേറ്റ് ആ കരങ്ങളെ സ്ക്രീനിലേക്ക് വെച്ചാട്ട് നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, ഞങ്ങൾ ഈ വിഷയങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങ് ഇവിടെ വിളിച്ച എല്ലാ വ്യക്തികളെയും അവർ വിഷയങ്ങളെയും അറിയുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. ഇപ്പോൾ ഇത് ഞങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ആ വ്യക്തികളെ അങ്ങ് സ്പർശിച്ചാട്ടെ. അവരുടെ വിഷയത്തിൽ അത്ഭുതകരമായ മറുപടി അങ്ങ് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അത്ഭുതം അവിടെ സംഭവിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ലോകരാജ്യങ്ങളിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന
പതിനായിരക്കണക്കിന് ജീവിതങ്ങളോട് കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. യൂട്യൂബിൽ ഇത് ലഭ്യമായിരിക്കും. 24 മണിക്കൂറും 365 ദിവസവും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഈ പ്രാർത്ഥന എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. prayingkerala.com, Facebook/prayingkerala, വീണ്ടും It's Our Time TV, വീണ്ടും ഗൂഗിളില് പ്രേയിങ് കേരള ഓർ പ്രേയിങ് ഇന്ത്യ എന്ന് ഗൂഗിൾ ചെയ്താൽ 100% ആ സംവിധാനം നമ്മെ തീർച്ചയായിട്ടും നമ്മുടെ തത്സമയം നടക്കുന്ന പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരും. ഈ ശുശ്രൂഷയിൽ പങ്കാളികളായ ഓരോ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. നമ്മൾ കാണികളല്ല. പ്രേയിങ് കേരളയിൽ സിനിബ്രദറെ കാണികൾ ഇല്ല, പകരം പങ്കാളികൾ മാത്രമേ ഉള്ളൂ. ഇന്ന് പകൽ ഈ ആരാധനയിൽ, ഉപവാസ പ്രാർത്ഥനയിൽ ഈ മാസം പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. 2 കരങ്ങളും ഉയർത്തി കഴിയുന്നവരൊക്കെ അവിടെ എഴുന്നേറ്റ് ആ ആശുപത്രിയിലും, ആ ഓഫീസിലും, ആ ഭവനത്തിലും എല്ലാ പ്രിയപ്പെട്ടവരും ഒന്നിച്ചെഴുന്നേൽക്കുമ്പോൾ യേശുവേ, ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 3 ദിവസം ഞങ്ങൾക്ക് കുടുംബമായി അങ്ങയുടെ സന്നിധിയിൽ ഉപവാസത്തോടെ ആയിരിക്കാൻ അങ്ങ് സഹായിച്ചല്ലോ കർത്താവേ. ഞങ്ങൾ ഓരോ പ്രിയപ്പെട്ടവരെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അങ്ങ് കൊടുത്ത വലിയ വിടുതലായി നന്ദി പറയുന്നു. അവരെ കുടുംബമായി അനുഗ്രഹിക്കുന്നു. എല്ലാ മേഖലയിലും ഉയർന്നു വരട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ. കർത്താവാം യേശുക്രിസ്തുവിന്റെ കൃപ, പിതാവാം ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സാന്നിധ്യം, സഹായം, അനുഗ്രഹങ്ങൾ, പരിപാലനം, ദിവ്യമായ വഴി നടത്തിപ്പുകൾ നാം ഏവരോടും യേശുവിന്റെ 2ാമത്തെ വരവോടും എന്നും എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. Now may the grace of our Lord Jesus Christ, the love of the Father in heaven, and constant communion and fellowship of the Spirit of the living God may rest and abide with each and every one of us from this time and forevermore. അനുഗ്രഹിക്കപ്പെട്ട ഒരു വാരാന്ത്യം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ യേശുവോടുകൂടി ആശംസിക്കുന്നു. Have a great weekend with Jesus. Let's sing together. ശബ്ദം ഉയർത്തി, കരങ്ങളെ ഉയർത്തി ചേർന്ന് ഹല്ലേലൂയ, 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 hallelujah, 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 hallelujah.